42. ദുര്യോധനവധവും അശ്വത്ഥാമാവിന്റെ തലയിലെ മണിയും. ഭാരതയുദ്ധം തുടങ്ങുന്നതിന് മുൻപ് യുദ്ധം വേണ്ടെന്ന അഭിപ്രായക്കാരനായിരുന്ന ഫലഭദ്രൻ തീർത്ഥയാത്രയ്ക്ക് പോയിരുന്നു. തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയത് ഭീമസേനനും ദുര്യോധനനും ഗദായുദ്ധം തുടങ്ങിയ സമയത്തായിരുന്നു. ദുര്യോധനൻ പ്രിയ ശിഷ്യൻ, ഭീമനാണെങ്കിൽ അച്ഛൻ പെങ്ങളുടെ മകൻ. അവർ തമ്മിലുള്ള യുദ്ധത്തിൽ ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് അദ്ദേഹത്തിന് സംശയമായി. അദ്ദേഹം 2 പേരോടുമായി പറഞ്ഞു, ഇനിയെങ്കിലും യുദ്ധം നിർത്തിക്കൂടെ? എത്രായിരം പടയാളികൾ മരിച്ചു, എത്രായിരം കുതിരകളും ആനകളും ചത്തുവീണു, എത്ര നാശനഷ്ടങ്ങളുണ്ടായി. കൈവിരലിന്മേൽ എണ്ണാവുന്ന വീരന്മാരെ അവശേഷിച്ചിട്ടുള്ളൂ. ഇനി എന്ത് കാര്യത്തിനാണ് യുദ്ധം ചെയ്യുന്നത്? മതി, നിർത്തുവിൻ. ഭീമസേനനോ ദുര്യോധനനോ ബലരാമന്റെ വാക്കുകൾ കേട്ടതായി ഭാവിച്ചില്ല. അദ്ദേഹം കുപിതനായി ദ്വാരകയിലേക്ക് മടങ്ങി. അന്നത്തെ ദിവസത്തെയും യുദ്ധം കഴിഞ്ഞ് പരവശനായ ദുര്യോധനൻ ഔഷധികൾ കലങ്ങിയ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നറിഞ്ഞ് ഭീമസേനനും കൃഷ്ണനും കൂടി കുളക്കരയിലേക്ക് ചെന്നു. കൃഷ്ണൻ സൗമ്യസ്വരത്തിൽ ദുര്യോധനനെ വിളിച്ചു. ദുര്യോധന, അങ്ങ് ഭീരുവല്ലെന്നും ധീരനാണെന്നുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ടും അങ്ങ് ഭീമസേനനെ പേടിച്ച് കുളത്തിൽ ഒളിച്ചിരിക്കുകയാണോ? പുറത്തു വന്ന് ഭീമസേനനോട് പോരാടൂ. കൃഷ്ണന്റേതുപോലെ ആയിരുന്നില്ല ഭീമസേനന്റെ വാക്കുകൾ. ദുര്യോധന, കള്ള ചൂതുകാരാ, മറ്റുള്ളവരുടെ ആപത്തിലും അപമാനത്തിലും രസിക്കുന്ന നീ ഇപ്പോൾ എന്തു പറയുന്നു? നിന്റെ അനുജന്മാരും പുത്രന്മാരും ഒന്നൊഴിയാതെ എല്ലാവരും മരിച്ചുപോയി. പ്രിയ സുഹൃത്തായ കർണൻ പോലും പരലോകം പൂകി. നീ മാത്രം എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഭീരുവായ നിനക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മരണത്തെ ഭയമാണ് അല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ കുളത്തിൽ നിന്ന് കയറി വന്ന് എന്നോട് പടവിട്ടു. ഇല്ലെങ്കിൽ വേണ്ട. ധാർത്തര രാഷ്ട്രപ്രധാനി കൂടെയുള്ളവരെയൊക്കെ കൊലയ്ക്ക് കൊടുത്ത് സ്വയം രക്ഷ പ്രാപിച്ചുവെന്ന് ലോകരെ അറിയട്ടെ. ഞങ്ങൾ അപമാനിക്കുകയും ദ്രോഹിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന സമയത്ത് നിനക്ക് വലിയ വീര്യമായിരുന്നല്ലോ. അതൊക്കെ ഇപ്പൊ എവിടെ പോയി? ഭീമസേനൻ ശകാരം നിർത്താതെ തുടർന്നു. അതുകേട്ട് സഹിക്കാതെ ദുര്യോധനൻ കുളത്തിൽ നിന്ന് കയറി വന്നു. കൃഷ്ണനെ കണ്ട് ദുര്യോധനൻ ശകാരിച്ചു. കൃഷ്ണ, എല്ലാറ്റിനും കാരണക്കാരൻ നീ ഒരാളാണ്. യുദ്ധത്തിൽ നിരായുധനായി പാണ്ഡവന്മാരുടെ പക്ഷത്ത് നിന്ന നീ അവരെ ഒരു പോറൽ പോലും പറ്റാതെ എപ്പോഴും സംരക്ഷിക്കുകയായിരുന്നു. നീ തന്ന അക്ഷൗണിപ്പടകൾ ഒന്നാകെ നശിച്ചുപോയി. നിന്റെ പക്ഷപാതവും സ്നേഹവും പാണ്ഡവന്മാരോടായിരുന്നു. നിഷ്പക്ഷനാണെന്ന് നീ ഭാവിച്ചു. എന്നിട്ട് പാണ്ഡവന്മാർക്ക് കള്ളസ്തൂത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ഭീഷ്മപിതാമഹനെ വീഴ്ത്തിയതും ദ്രോണാചാര്യനെയും കർണനെയും വധിച്ചതും നിന്റെ കുരുട്ടുബുദ്ധി തന്നെയാണ്. ദുര്യോധനനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാതെ ഭീമസേനൻ ഗദയോഗി അടുത്തു ചെന്നു. നിലത്ത് വീണ് കിടക്കുന്ന സ്വന്തം ഗദയെടുക്കാൻ ദുര്യോധനൻ തുനിയുന്നതോടെ കൃഷ്ണൻ തുടമയിലടിച്ചു കാണിച്ചതു കണ്ട് ഭീമസേനൻ ദുര്യോധനന്റെ 2 തുടകളിലും ഗദ കൊണ്ട് അടിച്ചു. തുടകൾ തകർന്ന് ദുര്യോധനൻ മണ്ണിൽ വീണു. അർദ്ധഭ്രാണനായ അയാളെ അവിടെ വിട്ട് ഭീമസേനനും കൃഷ്ണനും അവിടം വിട്ടുപോയി. ദ്രൗപദിയുടെ ശാപങ്ങളും ശപഥങ്ങളും മുഴുവൻ നിറവേറി. ദ്രോണാചാര്യന്റെ മരണത്തോടെ ദുഃഖവും ക്രോധവും സഹിക്കാതെ പടക്കളം വിട്ട് എങ്ങോട്ടോ ഓടിപ്പോയ അശ്വത്ഥാമാവ് ആ സമയത്താണ് മടങ്ങി വന്നത്. 5-6 ദിവസം പല സ്ഥലങ്ങളിലായി അലഞ്ഞു നടന്ന് ദുഃഖത്തിന് തെല്ലൊരു ശമനം കിട്ടിയിരുന്നുവെങ്കിലും അയാളുടെ മനസ്സിൽ പ്രതികാര ചിന്ത വർദ്ധിക്കുകയാണുണ്ടായത്. രാത്രിയുടെ ആരംഭത്തിൽ പടക്കളത്തിലെത്തിയ അശ്വത്ഥാമാവ് വയർ പിളർന്നു കിടക്കുന്ന ദുശാസനെയും ചളിയിൽ മുങ്ങിക്കിടക്കുന്ന കർണനെയും തലയില്ലാതെ കബന്ധമായി കിടക്കുന്ന അച്ഛനെയും ശരശയ്യമേൽ മരിക്കാനുള്ള ശുഭസമയം കാത്തുകിടക്കുന്ന ഭീഷ്മരെയും കണ്ടു. എന്നാൽ അക്കൂട്ടത്തിലൊന്നും ദുര്യോധനനെ കണ്ടില്ല. ദുര്യോധനൻ മരിച്ചിട്ടില്ലായിരിക്കുമോ? വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ചിട്ടും അദ്ദേഹം ജീവിച്ചിരിക്കോ? ഓരോ വിചാരങ്ങളാൽ മനസ്സുരുകിക്കൊണ്ട് അശ്വത്ഥാമാവ് ഓരോ ശവശരീരവും പരിശോധിച്ചുകൊണ്ട് നടന്നപ്പോൾ തീർത്ഥക്കുളക്കരയിൽ നിന്ന് ദുര്യോധനന്റെ പതിഞ്ഞ സ്വരത്തിലുള്ള വിളി കേട്ടു. ആചാര്യപുത്ര, ഞാൻ മരിച്ചിട്ടില്ല, എന്നാൽ മരിക്കാറായിരിക്കുന്നു. മരിക്കും മുൻപ് അങ്ങയെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യമായി. അശ്വത്ഥാമാവ് ദുര്യോധനന്റെ അടുത്തേക്ക് ചെന്നു. 2 തുടകളും ഛിന്ന ഭിന്നമായി വേദന കടിച്ചിറക്കി കിടക്കുന്ന ദുര്യോധനന്റെ ദയനീയാവസ്ഥ കണ്ട് അയാൾ ദുര്യോധനന്റെ അടുത്ത് ചെന്നിരുന്നു. ദ്രോണാചാര്യന്റെ മരണശേഷമുണ്ടായ നാശനഷ്ടങ്ങൾ വേദനയാൽ ഞരങ്ങിക്കൊണ്ടാണെങ്കിലും ദുര്യോധനൻ അശ്വത്ഥാമാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. സഖേ, എനിക്കൊരാഗ്രഹമുണ്ട്. മരിക്കും മുൻപ് അത് സാധിക്കണം. എന്റെ അനുജന്മാരും എന്റെയും അവരുടെയും മക്കളുമൊക്കെ മരിച്ചു. ധാർത്തര രാഷ്ട്രകുലം കുറ്റിയേറ്റു. അതുപോലെ പാണ്ഡവ വംശവും കുറ്റിയേറ്റു പോവണം. വടക്കേ അറ്റത്തുള്ള പടകുടീരത്തിൽ അങ്ങയുടെ അച്ഛനെ കൊന്ന ദൃഷ്ടിദ്യുമ്നനും ദ്രൗപദിയുടെ 5 പുത്രന്മാരും ഉറങ്ങിക്കിടപ്പുണ്ട്. അങ്ങ് അവരെയൊക്കെ എനിക്ക് വേണ്ടിയും അങ്ങയുടെ പ്രതികാരദാഹം ശമിക്കുന്നതിനു വേണ്ടിയും കൊല്ലണം. അവർ മരിച്ചുവെന്ന് കേട്ടാൽ എനിക്ക് സമാധാനത്തോടെ പരലോകം പോകാം. ദുര്യോധനന്റെ അപേക്ഷ അശ്വത്ഥാമാവിന് ഇഷ്ടമായി. അയാൾ വാളെടുത്ത് ദൃഷ്ടിദ്യുമ്നനും മറ്റും കിടന്നുറങ്ങുന്ന പടകുടീരത്തിലേക്ക് ചെന്നു. ദൃഷ്ടിദ്യുമ്നനെയും ദ്രൗപദിയുടെയും 5 മക്കളെയും വെട്ടിക്കൊന്ന് പടകുടീരത്തിന് തീ വെച്ചു. പടകുടീരത്തിൽ തീ പടർന്ന് കത്തി തുടങ്ങിയപ്പോൾ മറ്റു കുടീരങ്ങളിലുള്ളവർ ഉണർന്നു. എല്ലാവരും ഓടിയെത്തിയപ്പോഴേക്കും കുടീരം അതിനുള്ളിലെ മൃതദേഹങ്ങളോടൊപ്പം കത്തി ചാമ്പലായി കഴിഞ്ഞിരുന്നു. തീയിന്റെ വെളിച്ചത്തിൽ അജയ്യനായ അശ്വത്ഥാമാവ് കൃതാർത്ഥതയോടെ നിൽക്കുന്നത് പാണ്ഡവന്മാരും കൃഷ്ണനും കണ്ടു. അശ്വത്ഥാമാവ് പാണ്ഡവരോട് ഗർജിച്ചു. എന്റെ അച്ഛനെ നിങ്ങൾ ചതി പ്രയോഗിച്ചു കൊന്നു. ദുര്യോധനന്റെ അനുജന്മാരെയും മക്കളെയും മുഴുവൻ കൊന്നു. ദുര്യോധനനെ അർദ്ധപ്രാണനാക്കി വേദനിപ്പിച്ചുകൊണ്ട് മണ്ണിൽ കിടത്തി. ധാർത്തര രാഷ്ട്രകുലം കുറ്റിയേറ്റുപോയതുപോലെ പാണ്ഡവ വംശവും നശിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഇതും പറഞ്ഞ് അശ്വത്ഥാമാവ് വീണ്ടും ദുര്യോധനന്റെ അടുത്തേക്ക് പോയി. ദുര്യോധന, ഞാൻ പകരം വീട്ടി. അങ്ങേക്കിനി സമാധാനായി മരിക്കാം എന്ന് ഊർദ്ധശ്വാസം വലിക്കുന്ന ദുര്യോധനന്റെ ചെവിയിൽ പറഞ്ഞു. അവസാന ശ്വാസത്തോടൊപ്പം ദുര്യോധനന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. അശ്വത്ഥാമാവ് കൃതകൃത്യനായി. മക്കളും ജ്യേഷ്ഠനും മരിച്ച വിവരമറിഞ്ഞ് ദ്രൗപദി കരഞ്ഞു മുറവിളി കൂട്ടി. ഉദ്ധയായ ആ ധീരവനിതയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരിനോടൊപ്പം തീനാളങ്ങളും പുറപ്പെട്ടു. താൻ എന്ത് പറഞ്ഞാലും അത് സാധിപ്പിച്ചു തരുമെന്നുറപ്പുള്ള ഭീമസേനന്റെ അടുത്തേക്ക് അവർ ചെന്നു. നാഥ,
അശ്വത്ഥാമാവ് എന്റെ ജ്യേഷ്ഠനെയും മക്കളെയും കൊന്ന് കുടീരം തീ വെച്ച് നശിപ്പിച്ചു. അയാളുടെ തലയിൽ അമൂല്യമായൊരു മണിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉടൻ എനിക്ക് ആ രത്നം കിട്ടണം, എന്നാലേ എന്റെ മനസ്സിലെ പക ശമിക്കൂ. ഭീമസേനൻ ദ്രൗപദിയുടെ വാക്കുകൾ കേട്ട് മുൻപും പിൻപും നോക്കിയില്ല. പടക്കളം വിട്ട് അശ്വത്ഥാമാവ് നീണ്ട കാൽവെപ്പുകളോടെ നടന്ന് ദിക്കുനോക്കി ഓടിപ്പോയി. ഭീമസേനൻ അശ്വത്ഥാമാവിനെ പിന്തുടർന്നു. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, ഭീമസേനൻ ആപത്തിലാണ് ചെന്ന് തലയിട്ടത്. സ്വതവേ തന്നെ ഏത് ശൂരനെയും തോൽപ്പിക്കത്തക്ക വീര്യമുള്ളവനാണ് അശ്വത്ഥാമാവ്. ഇപ്പോൾ പകയും പാരുഷ്യവും അയാളുടെ ശക്തി ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഭീമസേനനെ അയാൾ ബാക്കി വെച്ചേക്കില്ല. നമുക്ക് ഉടനെ പോകണം. കൃഷ്ണൻ വേഗത്തിൽ തേരൊരുക്കി അർജുനനോടൊപ്പം മുമ്പിൽ നടന്നു. അശ്വത്ഥാമാവും പിൻപിൽ ഭീമസേനനുമായി പോയ ദിക്കു നോക്കി യാത്രയായി. കുറച്ചു ദൂരം ചെന്നപ്പോൾ മുൻപിൽ വളരെ വേഗം നടക്കുന്ന അശ്വത്ഥാമാവിനെയും ഓടിച്ചെല്ലുന്ന ഭീമസേനനെയും കണ്ടു. കൃഷ്ണൻ ഭീമസേനനോട്, നിൽക്കൂ, അശ്വത്ഥാമാവിനോട് എതിരിടാൻ അങ്ങേക്ക് കഴിയില്ല. മടങ്ങി വന്ന് തേരിൽ കയറിയിരിക്കൂ. അർജുനന് വല്ലതും ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. കൃഷ്ണന്റെ ശബ്ദം കേട്ട ഉടനെ അശ്വത്ഥാമാവ് പിന്തിരിഞ്ഞു വന്ന് കൃഷ്ണനെ നോക്കി ശകാരിച്ചു. കൃഷ്ണ, ചതിപ്രയോഗത്തിൽ അങ്ങയേക്കാൾ സമർത്ഥനായി ആരുമില്ല. ഭീഷ്മപിതാമഹനെയും എന്റെ അച്ഛനെയും കർണനെയും ജയദ്രഥനെയും ചതിച്ചു കൊന്നുകളഞ്ഞു. ചതിച്ചിട്ട് തന്നെയാണ് ദുര്യോധനനെ കൊന്നതും. അങ്ങയുടെ ചതിക്കെതിരായി ഞാനും ഒരു ചതി ചെയ്തതാണ്. ഉറങ്ങിക്കിടക്കുന്ന ശത്രുക്കളെ കൊല്ലരുതെന്നാണ് ധർമ്മയുദ്ധത്തിലെ നിയമമെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇക്കഴിഞ്ഞ 18 ദിവസം ഇവിടെ നടന്നത് ധർമ്മയുദ്ധാണോ? ഈ അധർമ്മയുദ്ധത്തെ അങ്ങ് ധർമ്മയുദ്ധമെന്ന് പേരിട്ട് പാണ്ഡവന്മാരെ അവിഹിതമാമെന്നോണം സഹായിച്ചു. ഇതൊക്കെ മറക്കാവുന്നതാണോ? ഞാൻ യുദ്ധസന്നദ്ധനായിട്ടാണ് വന്നത്. എന്റെ ശസ്ത്രപ്രയോഗം തടുക്കാൻ ഭീമസേനനോ അർജുനനോ സാധിക്കോ? ഞാനിതാ നാഗാസ്ത്രം തൊടുക്കുകയായി. അശ്വത്ഥാമാവ് ഞാൻ വിളിച്ച് നാഗാസ്ത്രം ഏതപ്പോഴേക്കും അർജുനൻ പ്രത്യസ്ത്രമായ ഗരുഡാസ്ത്രം പ്രയോഗിച്ചു. രണ്ടുപേരുടെയും അസ്ത്ര പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ച് സമത്തിനു സമം പോരാടി. അവസാനം അശ്വത്ഥാമാവ് നാരായണാസ്ത്രം എടുത്തു. അർജുനൻ പ്രത്യസ്ത്രമായി നാരായണാസ്ത്രം തൊടുത്തു. ഉടൻ കൃഷ്ണൻ തേരിൽ നിന്നിറങ്ങി അശ്വത്ഥാമാവിന്റെയും അർജുനന്റെയും നടുവിലായി നിന്ന് കൈകൾ ഉയർത്തി പറഞ്ഞു, നാരായണാസ്ത്രം പിൻവലിക്കൂ. ഈ അസ്ത്രങ്ങൾ കൂട്ടിത്തൊട്ടാൽ ലോകം മുഴുവനും ഭസ്മമായി തീരും. അർജുനൻ ഉടൻ തന്നെ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് നാരായണാസ്ത്രം പിൻവലിച്ചു. എന്നാൽ അശ്വത്ഥാമാവ് ലജ്ജയോടും സങ്കോചത്തോടും കൂടി സമ്മതിച്ചു. കൃഷ്ണ, നാരായണാസ്ത്രം തൊടുക്കാനേ എനിക്കറിയൂ, പിൻവലിക്കാൻ അറിഞ്ഞൂടാ. ഞാനത് അർജുനന്റെയോ ഭീമസേനന്റെയോ നേരെ വിടട്ടെയോ? കൃഷ്ണൻ പറഞ്ഞു, അയ്യോ, പാടില്ല. ഭീമസേനനും അർജുനനും മരിക്കേണ്ട സമയമായിട്ടില്ല. മരണാസന്നരുടെ നേരെ മാത്രമേ നാരായണാസ്ത്രം പ്രയോഗിക്കാവൂ. അല്ലെങ്കിൽ അത് അയച്ചവനെയാണ് ഭസ്മാക്കുക. ചിരഞ്ജീവിയായ അങ്ങേക്ക് അത് ബാധകമാവില്ല. ലോകം ഭസ്മീകരിക്കാനേ അത് ഉതകൂ. അശ്വത്ഥാമാവ് കിം കർത്തവ്യതാ മൂടനായി അപേക്ഷിച്ചു. കൃഷ്ണ, അങ്ങെനിക്കൊരു ലക്ഷ്യം കാണിച്ചു തരൂ. കൃഷ്ണൻ നിസ്സംശയം പറഞ്ഞു, അഭിമന്യുവിന്റെ ശിശു പൂർണ്ണ ഗർഭിണിയായ ഉത്തരയുടെ വയറ്റിലുണ്ട്. ആ ശിശുവിന്റെ നേർക്ക് അസ്ത്രം വിടൂ. അശ്വത്ഥാമാവ് അതുപ്രകാരം മന്ത്രം ജപിച്ച് അസ്ത്രം വിട്ട് ആഹ്ലാദത്തോടെ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് സന്തോഷായി. ധാർത്തരാഷ്ട്രരുടെ കുലം മുഴുവൻ കുറ്റിയേറ്റുപോയെന്ന് ദുഃഖിച്ചുകൊണ്ടാണ് ദുര്യോധനൻ മരിച്ചത്. പാണ്ഡവകുലവും കുറ്റിയേറ്റു പോകണമെന്നുദ്ദേശിച്ചാണ് ഞാൻ ദ്രൗപദിയുടെ പുത്രന്മാരെ കൊന്നത്. അഭിമന്യുവിന്റെ ഒരു ശിശു കുലം കുറ്റിയേറ്റു പോകാതിരിക്കാനുള്ള ഒരു നാമ്പ് അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതുമില്ലാതെയായല്ലോ, നന്നായി. കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഭീമസേനനും അർജുനനും അളവറ്റ കോപത്തോടെ തേരിൽ നിന്ന് ചാടിയിറങ്ങി അശ്വത്ഥാമാവിനെ പിടികൂടി വാൾ കൊണ്ട് കുത്തി. അയാളുടെ നെറുക പിളർന്ന ശേഷം അതിനുള്ളിൽ നിന്ന് അമൂല്യമായ മണിയെടുത്തു. നെറുക വെട്ടിപ്പൊളിച്ചിട്ടും ചിരഞ്ജീവിയായ അയാൾ മരിക്കാതെ അസഹ്യമായ വേദന അനുഭവിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്ന് ദൂരത്തെവിടേക്കോ പലായനം ചെയ്തു. അശ്വത്ഥാമാവിന്റെ തലയിലെ രക്തം കയ്യിലെടുത്തുകൊണ്ട് ഭീമസേനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, പാണ്ഡവ വംശത്തിന്റെ അവശേഷിച്ച ഒരേയൊരു ഇളം കൂമ്പിനെയും അങ്ങ് അശ്വത്ഥാമാവിന്റെ നാരായണാസ്ത്രത്തിന് ഇരയാക്കിയല്ലോ. അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളോട് സ്നേഹമുള്ളവനാണോ? അങ്ങയുടെ ഓരോ പ്രവൃത്തി കാണുമ്പോഴും എനിക്ക് സംശയം തോന്നുന്നു. ഘടോത്കചനെയും അഭിമന്യുവിനെയും അങ്ങ് അറിഞ്ഞുകൊണ്ട് കൊലക്കി കൊടുത്തു. ഇപ്പോൾ അഭിമന്യുവിന്റെ ശിശുവിനെയും. അങ്ങയെക്കുറിച്ച് ഞാൻ എന്തു വിചാരിക്കട്ടെ, എന്തു പറയട്ടെ? കൃഷ്ണൻ പുഞ്ചിരി തൂകി. ഭയപ്പെടേണ്ട ഭീമസേന, ഉത്തരയ്ക്ക് സൽപുത്രൻ ജനിക്കും. അതിതീക്ഷ്ണമായ നാരായണാസ്ത്രം തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിന്റെ മേൽ പതിച്ചപ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഉത്തര മോഹാലസ്യപ്പെട്ട് വീണു. ബോധം തെളിഞ്ഞതോടെ അവൾ അനായാസേന പ്രസവിക്കുകയും ചെയ്തു. എന്നാൽ നവജാതനായ ശിശുവിന് ജീവനുണ്ടായിരുന്നില്ല. പാണ്ഡവന്മാരുടെ കുടുംബത്തിലെ സ്ത്രീജനങ്ങളെല്ലാവരും അലമുറയിട്ട് നിലവിളിച്ചു. നിലവിളി കേട്ട് കൃഷ്ണൻ സൂതികാഗൃഹത്തിൽ കടന്നു ചെന്നു. മൃതനായ ശിശുവിനെ മടിയിൽ കിടത്തി ഉത്തര കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ നേരെ ചെന്ന് ഉത്തരയുടെ മടിയിൽ നിന്ന് ശിശുവിനെ ഏറ്റുവാങ്ങി. നവദ്വാരങ്ങളിൽ ഊതി. ഉടൻ ശിശു കൈകാലുകളിളക്കി കരഞ്ഞു തുടങ്ങി. സൂതികാഗ്രഹത്തിൽ കരച്ചിൽ നിലച്ച് ആഹ്ലാദ ശബ്ദം പരന്നു. സമാധാനത്തോടെ അവർ ശിശുവിനെ മാറിയെടുത്ത് ചുരുട്ടിപ്പിടിച്ച കുഞ്ഞിക്കൈകളിൽ ചുംബനവർഷം ചെയ്തു. ശിശുവിന് കൃഷ്ണൻ പരീക്ഷിത് എന്ന് പേരിട്ടു. അശ്വത്ഥാമാവിന്റെ തലയിൽ നിന്നു കിട്ടിയ രത്നം ഒരു സ്വർണ്ണനൂലിന്മേൽ കോർത്ത് ദ്രൗപദി പരീക്ഷിത്തിനെ അണിയിച്ചു. പാണ്ഡവന്മാരുടെ ഇടയിലെ ഇരുട്ടു നീങ്ങി വെളിച്ചം നിറഞ്ഞു. 43 ഗാന്ധാരി വിലാപവും ധൃതരാഷ്ട്ര ആലിംഗനവും. യുദ്ധം അവസാനിച്ചുവെങ്കിലും ചിന്നിച്ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾ മുഴുവനും നീക്കം ചെയ്തു കഴിഞ്ഞിരുന്നില്ല. ഭർത്താവ് അന്ധനാണെന്നറിഞ്ഞതു മുതൽക്ക് കറുത്ത ശീല കണ്ണിൽ കെട്ടി സ്വയം അന്ത്യം വരിച്ചിരുന്ന ഗാന്ധാരി ഒരിക്കലും മക്കളുടെ മുഖം കണ്ടിരുന്നില്ല. ജീവിച്ചിരിക്കുന്ന മക്കളെ കണ്ടില്ലെങ്കിലും മരിച്ചു കിടക്കുന്നവരെയെങ്കിലും കാണണമെന്ന് അവർ നിശ്ചയിച്ചു. അവർ കണ്ണിലേക്ക് എട്ടഴിച്ചു. സ്നുഷമാരോടും സഖിമാരോടും ദാസിമാരോടും ഒന്നിച്ച് അവർ പടക്കളത്തിലെത്തി.
കൃഷ്ണനും അവരോടൊപ്പം അവിടെ വന്നു നിന്നു. ഓരോരുത്തരുടെ മൃതദേഹങ്ങൾ കാണിച്ചു കൊടുത്തു. അതുകണ്ട് ഗാന്ധാരി വിലപിച്ചു തുടങ്ങി. ഉണ്ണി, മകനെ ദുര്യോധന, നീ ജനിച്ച നിമിഷം മുതൽ പട്ടുമെത്തമേലേ കിടന്നുറങ്ങിയിട്ടുള്ളൂ. നിന്റെ ശരീരം യാതൊരു വേദനയും അറിഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ നീ അസഹ്യമായ വേദന അനുഭവിച്ച മുഖത്തോടെ വെറും മണ്ണിൽ ദേഹമാസകലം കല്ലുകൾ തറച്ച് മണ്ണ് പുരണ്ട് കിടക്കുന്നത് എനിക്ക് കാണാനിടവന്നുവല്ലോ. നിന്റെ തുടകൾ രണ്ടും ഭീമസേനന്റെ ഗതാഗതമേറ്റ് പൊടിഞ്ഞിരിക്കുന്നു. ഉണ്ണി, ദുശാസന, വയർ കുത്തിപ്പിളർന്ന് കുടൽമാല പുറത്തു വലിച്ചിട്ട നിലയിലാണല്ലോ നീ കിടക്കുന്നത്. ഇതും ഭീമസേനന്റെ പണിയാണല്ലോ. നീ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷയായിരിക്കാം ഇത്. വിധിവിഹിതം ആർക്കറിയാം? ആരാണ് കിടക്കുന്നതെന്ന്? മരതകശ്യാമളനായ കൊച്ചുബാലൻ? അഭിമന്യുവോ? അയ്യോ കൃഷ്ണ, അഭിമന്യു അർജുനന്റെ പൊന്നോമന മകനാണല്ലോ. അങ്ങയുടെ മരുമകനുമല്ലേ? താരുണ്യകത്തിലേക്ക് പ്രവേശിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഉത്തര ഭർത്താവിന്റെ ദാരുണ മരണം എങ്ങനെ സഹിച്ചു? അർജുനനും സുഭദ്രയും പുത്രദുഃഖം എങ്ങനെ സഹിച്ചു? ഇതാ തലയില്ലാതെ വെറും കബന്ധം പോലെ. ഈ ശരീരം ആരുടേതാണ്? എന്റെ ഏകപുത്രി ദുശ്ശളയുടെ ഭർത്താവല്ലേ? ദുശ്ശള ഇനി എന്തു ചെയ്യും? വീരാഗ്രസേനനും എന്റെ മകന്റെ ഉറ്റമിത്രവുമായ കർണൻ ജന്മനാ ഉള്ള കവചമില്ലാതെ മരിച്ചു കിടക്കുന്നു. സാധുശീലനായ ശല്യരല്ലേ ഈ കിടക്കുന്നത്? തലയും ഉടലും വേറെ വേറെയായി കിടക്കുന്ന ദ്രോണാചാര്യന്റെ മൃതദേഹം. അയ്യോ, ഭീഷ്മപിതാമഹൻ ശരശയ്യമേൽ മരിക്കാനുള്ള ശുഭസമയവും കാത്തുകിടക്കുന്നു. ഈ മഹായുദ്ധത്തിൽ മരിച്ചവരെ എണ്ണിത്തീർക്കാൻ സാധ്യമല്ല. കൈവിരലിന്മേൽ എണ്ണാവുന്നവരെ ജീവിച്ചിരിപ്പുള്ളൂ. രണ്ടു കൂട്ടർക്കും വേണ്ടി ചാർച്ചക്കാരും വേഴ്ചക്കാരും അനാവശ്യമായി വീരമരണമെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ദുർമരണമടഞ്ഞു. ഇതിനെ കൊലപാതകമെന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ശരി. എത്രയോ കുലങ്ങൾ കുറ്റിയേറ്റുപോയി. കൃഷ്ണ, അങ്ങല്ലേ ഈ മഹായുദ്ധത്തിന്റെ അച്ചാണിയും സൂത്രധാരനും. അങ്ങേക്ക് ആരെയും സ്നേഹമില്ല. ഞങ്ങളുടെയൊക്കെ വംശങ്ങൾ കുറ്റിയേറ്റു പോകാൻ അങ്ങാണ് കാരണക്കാരൻ. പവിത്രയായ ഞാൻ അങ്ങയെ ഉള്ളിൽ തട്ടി ശപിക്കുന്നു. ഞങ്ങളുടെ കുലങ്ങൾ കുറ്റിയേറ്റു പോയതുപോലെ അങ്ങയുടെ കുലവും തമ്മിൽ ശണ്ടകൂടി പോരാടി നശിച്ചു പോവട്ടെ. ഗാന്ധാരി കണ്ണീരൊടുക്കിക്കൊണ്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. ഭാവഭേദമൊന്നും കൂടാതെ മന്ദസ്മിതം തൂങ്ങി കൃഷ്ണൻ മറുപടി പറഞ്ഞു. അമ്മേ, അമ്മയുടെ ശാപപുഷ്പം ഞാൻ ശിരസാ വഹിക്കുന്നു. അമ്മയുടെ ശാപമില്ലെങ്കിലും ഏറെ താമസിയാതെ യാദവ വംശത്തിലുള്ളവർ തമ്മിലടിച്ച് നശിക്കേണ്ടവരാണ്. ദുഷ്ടന്മാരുടെ ഭാരം ഭൂമിദേവിക്ക് താങ്ങാനാവാതെയായിട്ടുണ്ട്. ഈ മരിച്ചു കിടക്കുന്നവർ മാത്രമല്ല, യാദവകുലത്തിലും കുറേയേറെ ദുഷ്ടന്മാരുണ്ട്. അമ്മ ശപിച്ചതുപോലെ ഞാനും അവരിൽ പെടുന്നു. ഗാന്ധാരി ഒന്നും പറയാതെ കരഞ്ഞു. ഹസ്തിനപുരി പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ടതായി. മരിച്ച ബന്ധുക്കൾക്കുള്ള ശേഷക്രിയകൾ ചെയ്യാൻ യുധിഷ്ഠിരൻ ഒരുങ്ങി നിന്നപ്പോൾ കുന്തിദേവി പറഞ്ഞു. ഉണ്ണി, യുധിഷ്ഠിരൻ, കർണനു വേണ്ടിയും നീ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കർണൻ നിന്റെ ജ്യേഷ്ഠനായിരുന്നു. ഞാൻ ആദ്യം പ്രസവിച്ച സന്താനം. അപമാന ഭീതി നിമിത്തം എനിക്ക് അവനെ ഉപേക്ഷിക്കേണ്ടി വന്നു. യുധിഷ്ഠിരൻ നടുങ്ങി. അമ്മേ, എന്താണ് അമ്മ പറഞ്ഞു വരുന്നത്? കർണൻ എന്റെ ജ്യേഷ്ഠനാണെന്നോ? കർണന്റെ കാലടികൾക്ക് അമ്മയുടെ കാലടികളുടെ ഛായയുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്റെ ഹൃദയം ആർദ്രമാവും. എന്നാൽ കാലടികൾ കഴിഞ്ഞ് മേൽപോട്ട് നോക്കി മുഖത്തെത്തുമ്പോൾ ആർദ്രത മാഞ്ഞു പോകും. വിദ്വേഷം എന്റെ മനസ്സിനെ കലക്കി മറിക്കും. എനിക്ക് ദുര്യോധനനേക്കാൾ ഭയം അവന്റെ ശക്തിദുർഗമായ കർണനെയായിരുന്നു. എപ്പോഴും കർണനെക്കുറിച്ച് മാത്രമേ ഞാൻ ഭയത്തോടെ വിചാരിച്ചിരുന്നുള്ളൂ. ഇനിയും എന്റെ മനസ്സിൽ എപ്പോഴും കർണൻ തന്നെയായിരിക്കും ഉണ്ടാവുക. ഭയത്തിനു പകരം എന്റെ ജ്യേഷ്ഠനെ തിരിച്ചറിയാതെ കൊന്നുകളഞ്ഞുവല്ലോ എന്ന ദുഃഖമാവുമെന്ന് മാത്രം. അമ്മേ, അമ്മ ഞങ്ങളോടൊന്നും പറയാതെ എന്തിനത് രഹസ്യമാക്കി വെച്ചു? അമ്മയെ കൂടാതെ ഇക്കാര്യം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ? കുന്തിദേവി നമ്ര ശിരസ്കയായി. ഉവ്വ്, ദ്രൗപദിക്ക് കർണനോട് വല്ലാത്ത വെറുപ്പും പരിഹാസവുമായിരുന്നു. നിങ്ങൾ വനവാസത്തിന് പുറപ്പെടും മുമ്പ് ഞാൻ ഈ രഹസ്യം ദ്രൗപദിയോട് പറഞ്ഞു. ഭർത്താക്കന്മാരെ അറിയിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ദ്രൗപദിയെ കൂടാതെ കൃഷ്ണനും വിതുരനും ഇതറിയാമായിരുന്നു. എന്റെ അഭിമാനത്തെ സ്പർശിക്കുന്ന ഗോപ്യ സംഗതിയായതുകൊണ്ട് ഇരുവരും അത് രഹസ്യമായി സൂക്ഷിച്ചു. യുധിഷ്ഠിരൻ ക്ഷോഭമടക്കി കണ്ണീരോടെ പറഞ്ഞു. അമ്മേ, അമ്മ ചെയ്തത് വലിയ കടുപ്പമായിപ്പോയി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിതൃകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം പാണ്ഡവന്മാരും കൃഷ്ണനും ഗാന്ധാരിയെയും ധൃതരാഷ്ട്രയെയും കണ്ടു വന്നിക്കാൻ പോയി. ഗാന്ധാരി വീണ്ടും കറുത്ത ശീല കൊണ്ട് കണ്ണുകൾ കെട്ടിയിരുന്നു. ആദ്യം യുധിഷ്ഠിരൻ ചെന്ന് ധൃതരാഷ്ട്രനെ വന്ദിച്ചു. പിന്നെ ഗാന്ധാരിയുടെ കാലുകൾ പിടിച്ച് ക്ഷമയാചിച്ചുകൊണ്ട് നമസ്കരിച്ചു. അപ്പോൾ കണ്ണുകെട്ടിയതിന്റെ ഇടയിലൂടെ ഗാന്ധാരി തന്റെ കാലുകൾ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുധിഷ്ഠിരന്റെ ഇടതുകൈയിലെ പെരുവിരൽ കണ്ടു. പുത്രദുഃഖത്തിന്റെ ചൂടുള്ള ഗാന്ധാരിയുടെ നോട്ടമേറ്റപ്പോൾ യുധിഷ്ഠിരന്റെ ആ പെരുവിരൽ ഭസ്മമായി. ആ അമ്മയുടെ ശോകം മനസ്സിലാക്കാൻ പാണ്ഡവന്മാർക്ക് പിന്നെ ഒന്നും വേണ്ടി വന്നില്ല. യുധിഷ്ഠിരനു ശേഷം ഭീമസേനൻ ധൃതരാഷ്ട്രരെ വന്ദിക്കാൻ ചെന്നു. വല്യച്ഛ, ഞാൻ ഭീമസേനനാണ് എന്ന് പറഞ്ഞ് കാലുകൾ തൊട്ട് വന്നിച്ചപ്പോൾ ധൃതരാഷ്ട്രർ പീഠത്തിന്മേൽ നിന്ന് എഴുന്നേറ്റ് ഭീമസേനനെ ആശ്ലേഷിക്കാൻ തുനിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഭീമസേനനെ പിടിച്ചുമാറ്റി. കൊട്ടാരത്തിൽ അലങ്കാരത്തിന് വെച്ചിരുന്ന ഭടന്റെ രൂപത്തിലുള്ള ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പ്രതിമയെ ഭീമസേനന്റെ സ്ഥാനത്ത് നിർത്തി. ശക്തനായ ധൃതരാഷ്ട്രർ പ്രതിമയെ ദൃഢമായി ആശ്ലേഷിച്ചതോടെ ആ കനത്ത ഇരുമ്പു പ്രതിമ തകർന്നു പൊടിഞ്ഞുപോയി. തന്നെ എത്ര വലിയ ആപത്തിൽ നിന്നാണ് കൃഷ്ണൻ രക്ഷിച്ചതെന്നറിഞ്ഞ് ഭീമസേനൻ വികാരവിവശനായി കൃഷ്ണന്റെ കൈകൾ പിടിച്ച് കണ്ണുകളിൽ വെച്ചു. ഹസ്തനപുരിയിൽ യുധിഷ്ഠിരൻ രാജാവായി സഹോദരന്മാരുടെ സഹായത്തോടെ രാജ്യം ഭരിച്ചു തുടങ്ങി. കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. 44. സുധാമാവിന്റെ കഥ. കൃഷ്ണനും ബലരാമനും സാന്ദീപനി മുനിയുടെ കീഴിൽ വിദ്യാഭ്യാസത്തിന് പോയിരുന്നപ്പോൾ അവിടെ അവരുടെ സഹപാഠിയായിരുന്ന സുധാമാവ് ഗുരുദക്ഷിണ പോലും കൊടുക്കാൻ കഴിവില്ലാതെ ഗുരുകുലം വിട്ടുപോയി. ചെറിയ ചെറിയ പൂജകളും ക്രിയകളും പൗരോഹിത്യവും നടത്തി വല്ലതും കുറച്ച് സമ്പാദിച്ചതുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ സുധാമാവ് സുകേശിനി എന്നൊരു ദരിദ്ര കന്യകയെ വിവാഹം കഴിച്ചു.
4-5 കുട്ടികളും ഉണ്ടായി. അതോടെ ദാരിദ്ര്യം മൂർധന്യാവസ്ഥയിലെത്തി. കുട്ടികൾക്ക് വല്ല ഇലകളും വേവിച്ച് ഉപ്പിട്ട് ഭക്ഷിക്കാൻ കൊടുക്കേണ്ട ഗതിയായി. ബ്രാഹ്മണ ഭവനങ്ങളിൽ ചെന്ന് യാചിച്ച് ആ സാധു സ്ത്രീ ചിലപ്പോൾ വല്ലവരും വല്ലതും കൊടുത്താൽ അതുകൊണ്ട് തൃപ്തിപ്പെടും. പലപ്പോഴും ആരും ഒന്നും കൊടുത്തില്ലെന്നും വരും. അന്ന് എല്ലാവരും പട്ടിണി. സുധാമാവും കുടുംബത്തിലുള്ളവരും മുഷിഞ്ഞു കീറിയ വസ്ത്രങ്ങളാണ് ഉടുത്തിരുന്നത്. അതുകൊണ്ട് എല്ലാവരും സുധാമാവ് എന്ന പേര് വിട്ടുകളഞ്ഞ് അദ്ദേഹത്തെ കുചേലൻ എന്ന് വിളിച്ചു തുടങ്ങി. സുധാമാവ് എന്ന പേര് അങ്ങനെ മറവിയിലാണ്ടു. കുചേലന്റെ സതീർത്ഥ്യനാണ് കൃഷ്ണനെന്ന് സുകേശിനിക്ക് അറിയാമായിരുന്നു. അതിനാൽ ഒരു ദിവസം അവൾ വിശന്നു തളർന്ന കുട്ടികളെ കണ്ടും സ്വയം വിശന്നു വലഞ്ഞും ഇതൊന്നും ബാധിക്കാതെ നാമം ജപിച്ചും ധ്യാനിച്ചും സമയം കഴിക്കുന്ന ഭർത്താവിനെ സമീപിച്ചു. പ്രിയതമ, ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങയ്ക്ക് ഭഗവദ്ധ്യാനം കൊണ്ട് വിശപ്പറിയില്ല. പക്ഷേ എന്റെയും നമ്മുടെ പൊന്നുമക്കളുടെയും സ്ഥിതി അതല്ല. ഞങ്ങളൊക്കെ വിശപ്പ് സഹിക്കാതെ കഷ്ടപ്പെടുകയാണ്. ഈ പ്രായത്തിൽ ഓടി നടന്ന് കളിക്കേണ്ട കുട്ടികൾ കിടന്നയിടത്തു നിന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഗുരുകുലവാസ കാലത്ത് അങ്ങയുടെ പ്രിയപ്പെട്ട സതീർത്ഥ്യനായിരുന്നു ദ്വാരകാപുരിയിലെ വാസുദേവകൃഷ്ണൻ എന്ന് അങ്ങ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കൃഷ്ണൻ സമ്പന്നനാണല്ലോ. അങ്ങയെ സഹായിക്കാനുള്ള കഴിവുള്ള ആളാണ്. സഹായ മനസ്ഥിതി ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും. അങ്ങയ്ക്ക് കൃഷ്ണനെ ഒന്ന് പോയി കണ്ട് വല്ല സഹായവും തരാൻ അപേക്ഷിച്ചൂടെ? വിശന്നു വലഞ്ഞ പത്നിയുടെ വാക്കുകൾ കേട്ട് കുചേലൻ പറഞ്ഞു, ഭവതി പറയുന്നത് ശരിയാണ്. എന്നാൽ കൃഷ്ണനെ ഇക്കാര്യത്തിന് വേണ്ടി ചെന്ന് കാണുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ദാരിദ്ര്യമുണ്ടെങ്കിലും വല്ലവരോടും വല്ലതും ചോദിച്ചു വാങ്ങാൻ എന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. ദുരഭിമാനമാവാം, ദരിദ്രൻ എന്ത് അഭിമാനം. എന്തായാലും ഭവതി ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പോവാം. പക്ഷേ വെറും കൈയോടെ എങ്ങനെ കൃഷ്ണനെ കാണാൻ പോവും? വല്ലതും തിന്നാൻ കൊണ്ടുപോയി കൊടുക്കണ്ടേ? പഴങ്ങളോ മധുരപലഹാരങ്ങളോ വല്ലതും? കുചേലന്റെ പത്നി സുകേശിനി ബ്രാഹ്മണ ഭവനങ്ങളിൽ ചെന്ന് കുട്ടികളുടെ വിശപ്പ് മാറാൻ വല്ലതും തരണേ എന്ന് യാചിച്ചു. പല വീട്ടുകാരും എപ്പോഴും വന്ന് ചോദിച്ചാൽ തരാൻ കഴിയോ എന്നും മറ്റും നിന്നയോടെ ചോദിച്ചു. ഒരു വീട്ടുകാരി ഇവിടെ കുറച്ച് അവലിരിപ്പുണ്ട്. നല്ല അവലല്ല, കല്ലും നെല്ലും പതിരും കരടൊക്കെയുണ്ട്. കട്ട പിടിച്ചിട്ടുമുണ്ട്. എന്നാലോ അത് തരാം, കൊണ്ടുപോയി കുട്ടികൾക്ക് കഞ്ഞി വെച്ചു കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് നാഴിയോളം മോശപ്പെട്ട അവൽ സുകേശിനിക്ക് കൊടുത്തു. അവൾ ഉടുത്ത വസ്ത്രത്തിന്റെ കീറിക്കിടക്കുന്ന തുമ്പ് ചീന്തിയെടുത്ത് അതിൽ അവലിട്ട് കിഴികെട്ടി ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. കുചേലൻ ആ അവിൽപ്പൊതിയും കൊണ്ട് കീറിപ്പറഞ്ഞ ഒരോലക്കുടയും പിടിച്ച് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. നടന്നു നടന്ന് തളർന്ന് അദ്ദേഹം ദ്വാരകയിലെത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. മലിനവസ്ത്രധാരിയായ കുചേലനെ ഗോപുരം കാവൽക്കാർ തടഞ്ഞു. കൃഷ്ണന്റെ സഹപാഠിയാണ് താനെന്ന് ബ്രാഹ്മണൻ പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല. അപ്പോഴേക്കും മാളികയിലെ മട്ടുപ്പാവിൽ രുക്മിണിയോട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ കുചേലനെ കണ്ടു. ഭഗവാൻ കോണിപ്പടികൾ ഓടിയിറങ്ങി മുറ്റത്തുകൂടി നടന്ന് ഗോപുരദ്വാരത്തിൽ കിതച്ചുകൊണ്ടെത്തി. മലിനവസ്ത്രധരനും എണ്ണ തേയാത്ത പാറിപ്പറന്ന തലമുടിയുള്ളവനും വളരെ ദൂരെ കാൽനടയായി വന്നതിനാൽ വിയർത്തു കുളിച്ചവനുമായ കുചേലനെ കൃഷ്ണൻ കെട്ടിപ്പിടിച്ചു. വിദ്യാഭ്യാസകാലത്തെ ഉറ്റമിത്രമായിരുന്ന അദ്ദേഹത്തെ പരവശനായി കണ്ടപ്പോൾ കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. ഭാരതയുദ്ധത്തിൽ പ്രിയപ്പെട്ട മരുമകനും മറ്റ് സ്നേഹജനങ്ങളും മരിച്ചു വീണപ്പോൾ പോലും കണ്ണുകൾ നിറയാതിരുന്ന വാസുദേവന്റെ മിടികൾ നിറഞ്ഞു കവിഞ്ഞൊഴുങ്ങിയത് കുചേലനെ കണ്ടപ്പോഴായിരുന്നു. ഗോപുരം കാവൽക്കാർ അമ്പരന്നു. കൃഷ്ണൻ കുചേലന്റെ കൈപിടിച്ച് മാളികയിലേക്ക് കൊണ്ടുപോയി. പട്ടുമെത്തയിട്ട പീഠത്തിന്മേലിരുത്തി. രുക്മിണി അദ്ദേഹത്തെ മണ്ണു പുരണ്ട കാലുകൾ കഴുകി സ്വയം വസ്ത്രാഞ്ജലം കൊണ്ട് തുടച്ചു. സത്യഭാമ അദ്ദേഹത്തിനു കഴിക്കാൻ സ്വാദുള്ള പലഹാരങ്ങളും മധുരപാനീയങ്ങളും കൊടുത്തു. കുചേലൻ അത് കഴിക്കുന്നതിനിടയിൽ കൃഷ്ണൻ ഗുരുകുലവാസകാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മിച്ചു പറഞ്ഞു. പെരുമഴയത്ത് ഇരുട്ടത്ത് തണുപ്പത്ത് കാട്ടിൽപ്പെട്ട് വിശന്നു തളർന്നുകൊണ്ടിരുന്ന കഥ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നിട്ട് കുടുംബകാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അങ്ങെന്താണ് എനിക്ക് തിന്നാൻ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് ഈ പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കഴിച്ചു മടുത്തു. ഗുരുകുലവാസക്കാലത്ത് നമുക്ക് കിട്ടിയിരുന്ന അവലും മലരും ശർക്കരയും വാഴപ്പഴവും തിന്നാനാണ് കൊതി. അങ്ങ് കക്ഷത്തിൽ എന്തോ ഒരു പൊതി വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് തരാനാണോ? ഞാൻ ആർത്തിക്കാരനാണെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ? അതെനിക്ക് തരൂ. കൃഷ്ണൻ കുചേലന്റെ കക്ഷത്തിൽ വെച്ചിട്ടുള്ള പഴംതുണി പൊതി തട്ടിപ്പറിച്ചെടുത്ത് കിഴിയഴിച്ചു. ഓ, ഗുരുപത്നി ഇടിച്ചു തരുന്ന അവൽ പോലെ ഇരിക്കുന്നു ഇത്. എത്ര കാലമായി ഞാൻ ഇങ്ങനെയൊന്ന് തിന്നാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പിടി അവൽ വാരിയെടുത്ത് തിന്നു. രണ്ടാമത്തെ പിടി വാരിയതോടെ രുക്മിണി ഭർത്താവിന്റെ കൈ പിടിച്ച് തടഞ്ഞു. മതി മതി, ഇതുകൊണ്ട് തന്നെ ആ ഭവനം ശ്രീമത്തായി തീർന്നിരിക്കുന്നു. രണ്ടാമത്തെ പിടി കൂടി തിന്നാൽ ദ്വാരകയിലെ ഐശ്വര്യം മുഴുവനും അങ്ങോട്ട് പോവും. ഞാൻ ദ്വിജപത്നിയുടെ ദാസിയാവേണ്ടി വരും. കൃഷ്ണൻ അവൽ തിന്നുന്നത് നിർത്തി. മതി, സുധാമാവ് എനിക്ക് തരാനുള്ള കടം വീട്ടിക്കഴിഞ്ഞു എന്ന് അർത്ഥഗർഭമായി പറഞ്ഞു. കുചേലൻ അന്നു രാത്രി സുഖമായ ഭക്ഷണം കഴിച്ച് പട്ടുമെത്തമേൽ കിടന്നുറങ്ങി. രാവിലെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് രുക്മിണി കൊണ്ടുവന്നു കൊടുത്ത കോടി പട്ടുവസ്ത്രമുടുത്ത് പ്രാതൽ കഴിച്ച് കൃഷ്ണനോട് വിടവാങ്ങി. കൃഷ്ണൻ ഗോപുരദ്വാരം വരെ കുചേലനെ യാത്ര അയക്കാൻ ചെന്നു. കുചേലൻ കൃഷ്ണനോട് ധനം ചോദിച്ചില്ല. വല്ല സഹായവും വേണോ എന്ന് കൃഷ്ണൻ ചോദിച്ചതുമില്ല. വഴി നടക്കുമ്പോൾ കുചേലന് ഓർമ്മ വന്നു. അയ്യോ, ഞാൻ കൃഷ്ണനോട് വല്ലതും തരാൻ യാചിച്ചില്ല. എന്റെ മലിനവസ്ത്രവും കീറക്കുടയും ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞുണങ്ങിയ ദേഹവും കണ്ടിട്ട് പോലും കൃഷ്ണൻ ഒന്നും തന്നതുമില്ല. ഞാനിനി ഗൃഹത്തിൽ പോയാൽ പത്നിയോട് എന്തു പറയും? ഞാൻ ഇന്നലെ മതിവരുവോളം നല്ല ഭക്ഷണം കഴിച്ചു. പട്ടുമെത്തമേൽ കിടന്ന് സുഖമായി ഉറങ്ങുകയും ചെയ്തു. ആ നേരത്തൊക്കെ എന്റെ പത്നിയും കിടാങ്ങളും പട്ടിണി കിടന്ന് പരവശരായി വിശപ്പ് കൊണ്ട് ഉറക്കം വരാതെ കീറപ്പായയിൽ കിടക്കുകയായിരിക്കും. അയ്യോ, എന്തൊരു പാപിയായ വിഡ്ഢിയാണ് ഞാൻ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പത്നി ഉപദേശിച്ചു തന്ന ഉപായവും ഞാൻ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ലല്ലോ. എന്നെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ച് മനസ്താപത്തോടെ കുചേലൻ മുൻപോട്ട് നടന്നു. അപ്പോൾ കുചേലന്റെ മുൻപിൽ ദ്വാരകയിലെ കൃഷ്ണന്റെ മാളിക പോലൊരു മാളിക കണ്ടു. എന്ത്, എനിക്ക് വഴി തെറ്റിയോ? ഞാൻ പടിഞ്ഞാറോട്ട് നടക്കുന്നതിന് പകരം കിഴക്കോട്ട് തന്നെ തിരിഞ്ഞു നടന്നുവെന്നുണ്ടോ? കൃഷ്ണന്റെ മാളികയല്ലേ കാണുന്നത്?
പെട്ടെന്ന് തന്റെ കീറക്കുട കറുത്ത പട്ടുതുണി കൊണ്ട് തുന്നി സ്വർണം കൊണ്ടുള്ള പിടിയോടെ മാറിയെന്ന് കുചേലൻ കണ്ടു. നടന്ന് ഗോപുരദ്വാരത്തിലെത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പട്ടുപുടവയും രത്നാഭരണങ്ങളും അണിഞ്ഞ പത്നിയും ആഭരണാലങ്കൃതരായ മക്കളും ഓടിയെത്തി. മുമ്പിൽ കണ്ടത് ദ്വാരകയല്ലെന്നും തന്റെ ചെറ്റക്കുടിലായിരുന്ന സ്ഥാനത്ത് ഉണ്ടായ മണിമാളികയാണെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു? കുചേലൻ പത്നിയോട് ചോദിച്ചു. സുകേശിനി മറുപടി പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ. ഇന്നലെ ഉച്ചതിരിഞ്ഞ് നമ്മുടെ കുടിലിൽ വലിയൊരു മാളികയായി മാറി. ഞാൻ ഉടുത്തിരുന്ന കീറത്തുണി പട്ടുപുടവയായി. എന്റെയും കുട്ടികളുടെയും ശരീരങ്ങൾ രത്നാഭരണങ്ങൾ കൊണ്ട് നിറഞ്ഞു. അടുക്കളയിൽ സ്വാദേറിയ പലതരം ഭക്ഷ്യപദാർത്ഥങ്ങളും കിടന്നുറങ്ങാൻ കട്ടിലുകളും പട്ടുമെത്തകളും പരിചരിക്കാൻ ദാസീദാസന്മാർ. ഇതെല്ലാം എവിടെന്ന് വന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. കുചേലൻ പറഞ്ഞു. എനിക്കറിയാം, കൃഷ്ണ കടാക്ഷമാണിതെല്ലാം. ഞാനൊന്നും യാചിച്ചില്ല. ഭഗവാൻ എനിക്ക് നേരിട്ടൊന്നും തന്നതുമില്ല. എന്നാൽ ഇവിടെയെല്ലാം സമൃദ്ധമാക്കി. ഭക്തന്മാരുടെ നേരെയുള്ള ഭഗവാന്റെ കാരുണ്യം പലതരത്തിലാണ്. ചിലപ്പോൾ ഭഗവാൻ നമ്മളെ ഇരുട്ടുരുട്ടി കഷ്ടത്തിലാക്കും. പിന്നെ അതിൽ നിന്ന് തൃക്കൈ കൊണ്ട് ഉയർത്തി വെക്കുകയും ചെയ്യും. ചോദിച്ചാലൊന്നും തന്നില്ലെന്ന് വരും. ചോദിക്കാതിരിക്കുമ്പോൾ വാരിക്കോരി തന്നെന്നും വരും. മുമ്പത്തേക്കാൾ കൂടുതൽ നമ്മൾ വിനീതരായിരിക്കണം. നമ്മളെ പലപ്പോഴും ഒരു കുമ്പിൾ കഞ്ഞി തന്നിട്ടായാലും സഹായിച്ചവരോട് നന്ദി ഉണ്ടാവണം. അതുമല്ല, ഭഗവാനെ എപ്പോഴും സ്മരിക്കുകയും വേണം. സുകേശിനിക്കും അത് ബോധ്യമായി. ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന കാലത്തെ പോലെ സമ്പന്നതയുടെ മണിത്തട്ടിലിരിക്കുമ്പോഴും അവർ ഒരേ നിലയിലായിരുന്നു. 45. ഉണ്ണികൾ മരിച്ച ബ്രാഹ്മണന്റെ കഥ. ഒരിക്കൽ അർജുനൻ ഹസ്തിനപുരിയിൽ നിന്ന് കൃഷ്ണനെ സന്ദർശിക്കാൻ വേണ്ടി ദ്വാരകയിലേക്ക് വന്നു. വെറുതെ കുറച്ചു ദിവസം ഉല്ലാസപൂർവ്വം കൃഷ്ണനോട് സല്ലപിച്ച് താമസിക്കാമെന്നേ അർജുനന് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. കൃഷ്ണൻ സഭാപതി അല്ലെങ്കിലും പ്രധാന സ്ഥാനത്തു തന്നെയാണ് ഇരിക്കാറുണ്ടായിരുന്നത്. അടുത്തിരുന്ന് കൃഷ്ണന്റെ രാജ്യഭരണ തന്ത്രങ്ങൾ രസത്തോടെ കണ്ട് അർജുനൻ സന്തോഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ഒരു ഉണ്ണിയുടെ മൃതശരീരവും കൊണ്ട് സഭയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഉണ്ണിയെ കൃഷ്ണന്റെ മുമ്പിൽ കിടത്തി നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. കൃഷ്ണ, അങ്ങ് എത്ര നിർദ്ധയനാണ്! എന്റെ 8 ഉണ്ണികൾ ജനിച്ച ഉടനെ മരിച്ചുപോയി. ഇത് 9ാമത്തെ ഉണ്ണിയാണ്. 9 ഉണ്ണികൾ ജനിച്ചിട്ടും ഒരു ഉണ്ണിയെപ്പോലും ലാളിക്കാൻ എനിക്കോ എന്റെ പത്നിക്കോ സാധിച്ചില്ല. രാജാവിന്റെ ഭരണദൂഷ്യം കൊണ്ടാണ് രാജ്യത്തിൽ ബാലമരണം, ദുർമരണം, അതിവൃഷ്ടി, അനാവൃഷ്ടി, ക്ഷാമം മുതലായവ ഉണ്ടാവണതെന്ന് പൂർവികന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് ഈ ഉണ്ണികളുടെയൊക്കെ മരണത്തിന് കാരണം സിംഹാസനത്തിന്മേൽ ഇരുന്നു കൊണ്ടല്ലെങ്കിലും രാജ്യഭരണം കൈയാളുന്ന അങ്ങാണ്. അങ്ങ് ഇതിനൊരു നിവൃത്തി പറയണം. കൃഷ്ണൻ ബ്രാഹ്മണനെയോ ഉണ്ണിയുടെ ശവത്തെയോ നോക്കാതെ വിധിയെ തടുക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് അശ്രദ്ധനായിരുന്നു. ബ്രാഹ്മണൻ തുടർന്നു. നാട്ടുകാരെല്ലാവരും എന്റെ ദുഃഖത്തിൽ അനുകമ്പയുള്ളവരാണ്. അവരും പറയുന്നു രാജാവിന്റെ ദോഷം കൊണ്ടാണിതെന്ന്. എന്നിട്ടും അങ്ങേക്ക് യാതൊരു ചാഞ്ചല്യവും ഇല്ലല്ലോ. ഈശ്വരനും രാജാവും രക്ഷിക്കാനില്ലാത്ത അനാഥനായി പോയല്ലോ ഞാൻ. ബ്രാഹ്മണൻ എന്തൊക്കെ പറഞ്ഞിട്ടും കൃഷ്ണൻ അനങ്ങിയില്ല. അതുകണ്ട് അർജുനന് കാരുണ്യവും കൃഷ്ണന്റെ വിമനസ്കതയിൽ പരിഭവവും തോന്നി. സഹിക്കാൻ വയ്യാതെ അർജുനൻ കൃഷ്ണനെ നോക്കാതെയും കൃഷ്ണനോട് യാതൊന്നും ആലോചിക്കാതെയും ബ്രാഹ്മണനോട് പറഞ്ഞു. ദ്വിജോത്തമ, അങ്ങ് വ്യസനിക്കണ്ട. അങ്ങേക്ക് ഇനി ജനിക്കുന്ന ഉണ്ണിയെ ഞാൻ രക്ഷിച്ചു തരാം. അത് ഞാൻ ഏറ്റു. ബ്രാഹ്മണൻ അർജുനന്റെ വാക്ക് വിശ്വസിച്ചില്ല. യോഗേശ്വരൻ എന്ന് കേൾവി കേട്ട കൃഷ്ണൻ ഒന്നും മിണ്ടാതെയിരിക്കുന്നത് സാധ്യമാവാത്തതുകൊണ്ടല്ലേ? വെറും ധനുർധരനായ അങ്ങേക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിഡിത്തം പുലമ്പരുത്. അർജുനൻ ചോദിച്ചു. വിഡിത്തമല്ല, എന്റെ ഗാണ്ഡീവത്തെയും അമ്പുകളൊഴിയാത്ത ആവനാഴിയെയും കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ലോകത്തിൽ എനിക്ക് സാധിക്കാൻ കഴിയാത്തത് ഒന്നുമില്ലെന്ന് മനസ്സിലാക്കിയാൽ മതി. ബ്രാഹ്മണൻ തെല്ലൊന്ന് ആലോചിച്ചു. അർജുന, അങ്ങ് പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? അർജുനൻ പറഞ്ഞു. തീർച്ചയായും വിശ്വസിക്കാം. അങ്ങേക്ക് ഇനി ജനിക്കുന്ന ഉണ്ണിയെ ജീവനോടെ അങ്ങയുടെ കയ്യിൽ ഞാൻ തരാം. ഇല്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കും. അർജുനന്റെ പ്രതിജ്ഞയിൽ വിശ്വസിച്ച് ബ്രാഹ്മണൻ മൃതശിശുവിനെയും എടുത്തുകൊണ്ട് അവിടെ വിട്ടുപോയി. കുറച്ചു ദിവസം താമസിച്ച ശേഷം അർജുനൻ ഹസ്തിനപുരിയിലേക്ക് മടങ്ങിപ്പോയി. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണന്റെ സന്ദേശവും കൊണ്ട് മറ്റൊരു ബ്രാഹ്മണൻ അർജുനനെ തേടി ഹസ്തിനപുരിയിലേക്ക് വന്നു. ബ്രാഹ്മണ പത്നിക്ക് ഗർഭം പൂർത്തിയാവാറായെന്ന് വിവരമാണ് സന്ദേശത്തിലുണ്ടായിരുന്നത്. അർജുനൻ ഉടനെ പുറപ്പെട്ട് ദ്വാരകയിലെത്തി. ബ്രാഹ്മണന്റെ ഭവനത്തിൽ ചെന്ന് ഭവനത്തിന് ചുറ്റും താഴത്തും മുകളിലും അമ്പുകൾ കൊണ്ട് ഒരു കൂടം നിർമ്മിച്ചു. ഒരു കണ്ണീച്ചയ്ക്ക് പോലും ആ അമ്പിൻകൂട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അതിന്റെ നിർമ്മാണം. കുറച്ചു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് ക്ഷോഭത്തോടെ പറഞ്ഞു. ഇപ്രാവശ്യം അങ്ങയുടെ ശരകൂടം കൊണ്ട് ഒരു കാര്യം സാധിച്ചു. സാധാരണ പ്രസവം കഴിഞ്ഞാൽ ഉണ്ണിയുടെ മൃതദേഹമെങ്കിലും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇത്തവണ അതുമില്ല. പ്രസവം കഴിഞ്ഞ ഉടനെ ശിശു മറഞ്ഞുപോയി. ശവം പോലും കിട്ടിയില്ല. അങ്ങയുടെ മേനി പറച്ചിൽ കേട്ടപ്പോൾ തന്നെ ഞാനിത് ഊഹിക്കേണ്ടതായിരുന്നു. കൃഷ്ണന് സാധിക്കാത്തത് വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? ഞാനല്ലേ വിഡ്ഢി, ഇത് വിശ്വസിച്ചുവല്ലോ. ബ്രാഹ്മണൻ വിശാലമായ ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കി. ഗാണ്ഡീവവും ആവനാഴിയും നിലത്തുവെച്ച് അർജുനൻ തീയിൽ ചാടാൻ ഒരുങ്ങി മുൻപോട്ട് ഒരു കാൽ വെച്ചു. ആ സമയത്ത് കൃഷ്ണൻ അനുകരണീയമായ മന്ദസ്മിതത്തോടെ അർജുനനെ കൈപിടിച്ചു നിർത്തി. തീയിൽ ചാടുന്നത് പതുക്കെ മതി. ഉണ്ണിയെ കിട്ടാൻ വല്ല വഴിയുണ്ടോന്ന് നമുക്ക് നോക്കാം. കൃഷ്ണൻ ഒരുക്കി നിർത്തിയ തേരിൽ കയറി അർജുനനെയും അതിലിരുത്തി തേർ തെളിച്ചു തുടങ്ങി. വടക്ക് ഭാഗത്തേക്കാണ് യാത്രയായത്. തേര് അതിവേഗത്തിൽ മലകളെ കയറിക്കടന്നു. ഉയരവും വണ്ണവും വിസ്തൃതിയും കണക്കാക്കാൻ വയ്യാത്ത ഒരു പർവ്വതത്തിനടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു. പാർത്ഥ, ഇതാണ് ലോകാലോക പർവ്വതം. ഭൂലോകവും സ്വർഗലോകവും സത്യലോകവും വൈകുണ്ഠവും തമ്മിലുള്ള അതിർത്തിയാണ് ഈ പടുകൂറ്റൻ മല. ഇതിനപ്പുറത്ത് സൂര്യപ്രകാശവും ചന്ദ്രശോഭയും ഇല്ല. നമ്മൾ ഇതു കയറി കടന്നു പോവുകയാണ്. കണ്ണടച്ചിരിക്കൂ. അർജുനൻ കണ്ണുകൾ മുറുക്കി അടച്ചു. കണ്ണുകൾ തുറന്നുകൊള്ളുവാൻ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മിഴിച്ചു. ചുറ്റും കൂറ്റിരുട്ടായിരുന്നു.
കനത്ത അന്ധകാരം. ഇത്രയും കട്ടിയുള്ള ഇരുട്ട് അർജുനൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, ഈ ഇരുട്ടിൽ കൃഷ്ണൻ എങ്ങനെ തേരോടിക്കുന്നു എന്ന് ധനഞ്ജയൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ സുദർശന ചക്രമെടുത്ത് മുമ്പിൽ പിടിച്ചു. അപ്പോൾ 1000 സൂര്യന്മാർ നട്ടുച്ചയ്ക്ക് കത്തിജ്വലിക്കുന്നത് പോലെയുള്ള വെളിച്ചമായി ചുറ്റും. അർജുനൻ കണ്ണുകൾ പൊത്തി. ഇതെന്തൊരു പ്രകാശമാണ് കൃഷ്ണ, കണ്ണുകൾ മഞ്ഞളിക്കുന്നു, കുത്തി നോവിക്കും പോലെ വേദനയുണ്ട്, ഇത്ര വെളിച്ചം വേണ്ട, ഒന്ന് കുറച്ചുകൂടെ എന്ന് ചോദിച്ചു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് വെളിച്ചത്തിന്റെ ശക്തി കുറച്ച് പാകത്തിലാക്കി. എന്നിട്ട് കുറെ ദൂരത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. നോക്കൂ അർജുന, അക്കാണുന്ന ഉയർന്ന മാളികകൾ വൈകുണ്ഠ ലോകമാണ്. മാളികകളുടെ ചുറ്റും നൈശ്രേയസം എന്നു പേരുള്ള ലോകങ്ങളിലുള്ള സകല ഉദ്യാനങ്ങളെയും കവിഞ്ഞു നിൽക്കുന്ന മനോജ്ഞമായ ഉദ്യാനമുണ്ട്. അതു കടന്ന് നമുക്ക് അകത്തേക്ക് പോവാം. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ അവിടെ അനന്തശയ്യമേൽ കിടക്കുന്നുണ്ടാവും. ഉടൻ നമുക്ക് കാണാം. ഉദ്യാനം കടന്ന് കൃഷ്ണനും അർജുനനും അകത്ത് പ്രവേശിച്ചു. ചുറ്റും ദിവ്യ സൗരഭം പരക്കുന്ന പൂനിലാവ് പോലെ മനോരഞ്ജകമായ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന അകത്തെ വിശാലങ്ങളായ അറകളും ഇടനാഴികളും താണ്ടി അവർ വിഷ്ണു ഭഗവാന്റെ മുൻപിലെത്തി. വൈകുണ്ഠത്തിലെ അത്ഭുതങ്ങൾ കണ്ട് അർജുനന്റെ കണ്ണുകൾ പരമാനന്ദത്താൽ മിന്നിത്തിളങ്ങി. പതുപതുത്ത മിനുത്ത നാഗശയ്യമേൽ ചെരിഞ്ഞു കിടക്കുന്ന അതിതേജസ്വിയായ പത്മനാഭനെ കണ്ട് അർജുനൻ അറിയാതെ കൈകൂപ്പിപ്പോയി. ഭഗവാന്റെ ചുറ്റും ദേവന്മാരും ദേവിമാരും സനകൻ നാരദൻ മുതലായ ദേവർഷിമാരും വ്യാസൻ വസിഷ്ഠൻ മുതലായ ബ്രഹ്മർഷിമാരും ദശരഥൻ മുചുകുണ്ടൻ മുതലായ രാജർഷിമാരും പരിസേവിച്ചുകൊണ്ട് നിൽക്കുന്നു. സ്വർണ്ണാവർണയായ ലക്ഷ്മീദേവി ഭഗവാന്റെ തലയ്ക്കലും ശ്യാമളവർണയായ ഭൂമിദേവി കാൽക്കലും ഇരിക്കുന്നു. ഭഗവാന്റെ മുഖത്തെ കരുണാർദ്രമായ പുഞ്ചിരി അർജുനന്റെ ശോകവും ഭയവും പരിഭ്രമവും അകറ്റി. സ്നിഗ്ധമധുരമായ സ്വരത്തിൽ ഭഗവാൻ പറഞ്ഞു, കൃഷ്ണ, അർജുന, നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ബ്രാഹ്മണന്റെ ഉണ്ണികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ നരനും നാരായണനുമായ അർജുനനും കൃഷ്ണനും എന്റെ അംശങ്ങൾ തന്നെയാണ്. അവതാരോദ്ദേശം സാധിപ്പിക്കാൻ വേറിട്ടു നിൽക്കുന്നേ ഉള്ളൂ. കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ അംശങ്ങളായ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. ഇനി ദുഃഖിക്കണ്ട, ബ്രാഹ്മണബാലന്മാരെ കൊണ്ടുപോകൂ, ഞാൻ അവരെ വിളിക്കാം. വിഷ്ണു ഭഗവാൻ കൈതട്ടി ഉണ്ണികളെ വിളിച്ചു. നവജാത ശിശുക്കൾ മുതൽ പല പ്രായത്തിലുള്ള 10 ഉണ്ണികൾ മുന്നോട്ട് വന്നു. ഓടാൻ കഴിയുന്നവർ ഓടിയും നടക്കാൻ വശമുള്ളവർ നടന്നും മുട്ടുകുത്താനറിയുന്നവർ മുട്ടുകുത്തിയും വന്നു. നവജാത ശിശുവിനെ മഹാലക്ഷ്മി കൈകളിൽ എടുത്തുകൊണ്ടുവരികയാണ് ചെയ്തത്. ഉണ്ണി, നിന്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് 5 വയസ്സ് തോന്നിക്കുന്ന ഒരു ഉണ്ണിയോട് കൃഷ്ണൻ ചോദിച്ചപ്പോൾ ആ ഉണ്ണി വിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മിയെയും തൊട്ട് കാണിച്ചു. നിങ്ങളെയൊക്കെ ഭൂമിയിലേക്ക് കൊണ്ടുപോവാനാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ നവജാത ശിശുവടക്കം എല്ലാവരും പ്രതിഷേധ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് ഭഗവാനെയും ശ്രീലക്ഷ്മിയെയും കെട്ടിപ്പിടിച്ചു. ഭഗവാൻ അവരെ തൊട്ടു തലോടിയപ്പോൾ അവർ ഭഗവാന്റെ ശയ്യ വിട്ട് കൃഷ്ണന്റെയും അർജുനന്റെയും അടുത്തേക്ക് ഓടി വന്നു. എടുക്കാവുന്നവരെ എടുത്തും കൈപിടിച്ചു നടത്താവുന്നവരെ നടത്തിയും അവർ രണ്ടുപേരും കൂടി ഉണ്ണികളെ തേരിൽ കയറ്റിയിരുത്തി. തേര് പൂർവാധികം വേഗത്തോടെ ഓടി ഭൂമിയിൽ ചെന്ന് ബ്രാഹ്മണ ഭവനത്തിന്റെ മുൻപിൽ ചെന്ന് നിന്നു. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ബ്രാഹ്മണനെയും പത്നിയെയും മുറ്റത്തേക്ക് വിളിച്ചു. ഉണ്ണികളെ വയക്രമപ്രകാരം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവരാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അച്ഛനമ്മമാർ എന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെ ബ്രാഹ്മണന്റെയും പത്നിയുടെയും അടുത്തേക്ക് നീക്കി നിർത്തി. പ്രസവത്തിനു ശേഷം താനൊന്ന് കാണുപോലും ചെയ്യാത്ത 10ാമത്തെ ഉണ്ണിയെ ബ്രാഹ്മണപത്നി കൈകളിൽ കോരിയെടുത്ത് മുലപ്പാൽ കൊടുത്ത് സംതൃപ്തയായി. ബ്രാഹ്മണൻ അർജുനനോട് ക്ഷമയാചിച്ചു. അദ്ദേഹം കൃഷ്ണനെയും അർജുനനെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കാൻ ഭാവിച്ചപ്പോൾ കൃഷ്ണൻ തടഞ്ഞു. ബ്രഹ്മജ്ഞനാണ് ബ്രാഹ്മണൻ. വെറും പൂണൂലിട്ടവനോ അർത്ഥമറിയാതെ വേദം ഉരുവിട്ട് പഠിച്ചവനോ ബ്രാഹ്മണനല്ല. അങ്ങ് യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണനാണ്. അങ്ങ് ഞങ്ങളെ നമസ്കരിച്ചാൽ അതിന്റെ പാപം ഞങ്ങൾക്കും അങ്ങേക്കും ഉണ്ടാവും. അങ്ങ് പത്നിയോടും മക്കളോടും കൂടി സുഖമായിരിക്കൂ. ഇനിയൊരാപത്തും അങ്ങയെ തീണ്ടുകയില്ല. ബ്രാഹ്മണനും പത്നിയും കൃഷ്ണനെയും അർജുനനെയും കൈകൂപ്പി വന്നിച്ച് പുത്രന്മാരോടൊപ്പം സാനന്ദം തന്റെ ഭവനത്തിൽ പ്രവേശിച്ചു. 46. യാദവന്മാരുടെ നാശവും അർജുനന്റെ പരാജയവും. യാദവന്മാരുടെ ഇടയിലും ദുഷ്ചരിതന്മാരുണ്ടെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. അവരെ കൂടി നശിപ്പിച്ചാലല്ലാതെ ധർമ്മസംസ്ഥാപനത്തിനും ദുർജനനാശത്തിനുമുള്ള തന്റെ അവതാരോദ്ദേശം സഫലമാകുകയില്ലെന്നും ഇനി അതിനു ശ്രമിക്കാറായെന്നും കൃഷ്ണനും തോന്നി. അതിനുള്ള പ്രേരണ കൃഷ്ണൻ യാദവന്മാരിൽ അവരറിയാതെ ചെലുത്തി. സപ്തർഷിമാർ ഒരിക്കൽ ദ്വാരകയ്ക്കടുത്തുള്ള കടൽക്കരയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. മുനിമാരെ ഒന്ന് കളിയാക്കണമെന്നുദ്ദേശിച്ച് യാദവ യുവാക്കൾ ജാമ്പവതിയുടെ മകൻ സാമ്പനെ സ്ത്രീവേഷം ധരിപ്പിച്ച് വയറ്റത്ത് കുറെ തുണികൾ വെച്ചുകെട്ടി ഗർഭിണിയാണെന്ന ഭാവത്തിൽ ഋഷിമാരുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. യാദവധർണന്മാർ മഹർഷിമാരോട് വിനയം അഭിനയിച്ച് ചോദിച്ചു, ജ്ഞാനസമ്പന്നന്മാരെ, ഈ തരുണി പൂർണ്ണ ഗർഭിണിയാണ്. ഇവൾ എന്ത് കുഞ്ഞിനെയാണ് പ്രസവിക്കുക? കുസൃതിയായ സാമ്പനാണി കപട തരുണിയെന്ന് മനസ്സിലാക്കിയ മുനിമാർ പറഞ്ഞു, ഇവൾ 1-2 ദിവസത്തിനകം ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും. അത് നിങ്ങളെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. യാദവ യുവാക്കൾ നടുങ്ങി. മുനിമാരുടെ വാക്ക് ഫലിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഋഷിമാർ പ്രവചിച്ചതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞ് സാമ്പൻ വയർ പിളർന്ന് ഒരു ഇരുമ്പുലക്കയെ പ്രസവിച്ചു. വയർ പിളർന്നതോടെ അയാൾ മരിക്കുകയും ചെയ്തു. ഇരുമ്പുലക്കയെ എന്തു ചെയ്യണമെന്നറിയാതെ യാദവന്മാർ വിഷമിച്ചു. കൃഷ്ണനോടോ ബലരാമനോടോ വസുദേവനോടോ ഉദ്ധവനോടോ ഇക്കാര്യത്തിൽ ഉപദേശം ആവശ്യപ്പെടാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. അവർ വൃദ്ധനായ ഉഗ്രസേനനെ രഹസ്യമായി ചെന്നുകണ്ട് വിവരം ധരിപ്പിച്ചു. ഉഗ്രസേനനും എന്തു വേണമെന്നറിയാതെ കുറേ നേരം ആലോചിച്ചിരുന്നു. അതിനുശേഷം ഉപദേശിച്ചു, ഈ ഇരുമ്പുലക്ക യാദവന്മാരെ നശിപ്പിക്കുമെന്നല്ലേ മുനിമാർ പറഞ്ഞത്? ഉലക്ക ഇടിച്ചു പൊടിച്ച് കടലിൽ കലക്കിയാൽ മതി. പിന്നെ അത് നമ്മളെ എങ്ങനെ നശിപ്പിക്കാനാണ്? യാദവകുമാരന്മാർ ഉഗ്രസേനൻ പറഞ്ഞതനുസരിച്ചു. ഉലക്ക കടലിനടുത്തുപോയി വലിയ പാറക്കല്ലുകൊണ്ട് ഇടിച്ചു പൊടിച്ച് മിനുത്ത ശീലപ്പൊടിയാക്കി കടലിൽ കലക്കി. 1 കൈ നീളവും വീതിയുമുള്ള ഒരു ഇരുമ്പുതണ്ട് പൊടിയാതെ കിടന്നു.
അപ്പോൾ ആ വഴിക്ക് വന്ന ജരൻ എന്ന വേടൻ ആ ഇരുമ്പ് തുണ്ട് കണ്ട് യാദവന്മാരോട് ചോദിച്ചു, ഇത് ഞാൻ എടുക്കട്ടെയോ? എനിക്ക് ഇതുകൊണ്ട് നല്ലൊരു അമ്പുണ്ടാക്കാം. അമ്പിൽ വിഷം തേച്ചെയ്താൽ മൃഗങ്ങൾ താമസിയാതെ ചത്തുവീഴും. വിഷം തേച്ച് അമ്പ് തറച്ച ഭാഗത്തെ മാംസം മുറിച്ചു കളഞ്ഞാൽ അത് ശങ്ക കൂടാതെ വേവിച്ച് ഭക്ഷിക്കാം. യാദവന്മാർക്ക് അതിന് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. പൊടിക്കാൻ കഴിയാത്ത ആ തുണ്ട് വേടൻ കൊണ്ടുപോവുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അതിനെ ഭയപ്പെടണ്ടല്ലോ. കടലിൽ കലക്കിയ ഇരുമ്പുലക്കയുടെ പൊടി തിരമാലകൾ അടിച്ചുകൊണ്ടുവന്ന് കരയിലിട്ടു. ഓരോ തരിയും ഓരോ ഏരക പുല്ലായി തീർന്നു. ഏരക പുൽക്കാട് യാദവന്മാരെ ഭയപ്പെടുത്തിയില്ല. പുല്ലുകൾക്ക് മനുഷ്യരെ എന്തു ചെയ്യാൻ കഴിയും? ഒരു ദിവസം യാദവന്മാരെല്ലാവരും കൂടി കടൽക്കരയിലിരുന്ന് മദ്യപാനം ചെയ്തു തുടങ്ങി. മദ്യപനെങ്കിലും ബലരാമൻ അക്കൂട്ടത്തിൽ കൂടിയില്ല. മദ്യം തൊടാത്ത കൃഷ്ണനും വസുദേവനും ഉഗ്രസേനനും കൊട്ടാരത്തിൽ തന്നെ ഇരുന്നതേയുള്ളൂ. യാദവന്മാർ മദ്യപിച്ച് മതോന്മത്തരായി കുഴഞ്ഞ നാവോടെ യുക്തിരഹിതമായി വാക്കുതർക്കം തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ വാഗ്വാദം അടികലശലിൽ എത്തി. ആദ്യം കൈകൊണ്ടായിരുന്നു അടി. പിന്നെ അവർ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ഏരകപ്പുല്ലുകൾ പറിച്ചെടുത്തു. ഓരോ ഏരകപ്പുല്ലും ഓരോ യാദവന്റെ കയ്യിലും ഓരോ ഇരുമ്പുലക്കയായി മാറി. അവർ തമ്മിൽ ഉലക്ക കൊണ്ടടിച്ച് എല്ലാവരും മരിച്ചു വീണു. ഭൃത്യന്മാർ പറഞ്ഞ വിവരമറിഞ്ഞ ഉഗ്രസേനൻ സിംഹാസനത്തിന്മേൽ ഇരുന്നപാട് മരിച്ചുപോയി. വസുദേവൻ യോഗശക്തി കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ദഹിച്ചു. ദേവകിയും രോഹിണിയും ആ തീയിൽ തന്നെ ചാടി മരിച്ചു. ബലരാമൻ അവിടെ നിന്നിറങ്ങി കടൽക്കരയിൽ യാദവ യുവാക്കൾ മരിച്ചു കിടക്കുന്നതിനിടയിലൂടെ നടന്ന് കടലിന്റെ വളരെ അടുത്തു ചെന്ന് ഒരു പാറക്കല്ലിന്മേൽ ചാരിയിരുന്ന് കണ്ണടച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് 1000 ഫണങ്ങളും വെളുത്ത നിറവുമുള്ള അനന്തനാഗം പുറത്തുവന്ന് കടലിലേക്ക് ഇറങ്ങിപ്പോയി. രാമന്റെ ജീവനറ്റ ശരീരം മറിഞ്ഞു വീഴുകയും ചെയ്തു. ആദിശേഷൻ തന്റെ അവതാര ലക്ഷ്യം സമാപിച്ച് പൂർവ്വ ശരീരത്തിലേക്ക് തിരിച്ചുപോയി. രാമന്റെ ശരീരത്യാഗത്തിനു ശേഷം കൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് സന്ദേശവും കൊണ്ട് ഒരു ദൂതനെ അയച്ചു. അർജുനനോട് ഉടൻ വരാനായിരുന്നു സന്ദേശം. ദൂതൻ പറഞ്ഞ് യാദവന്മാരുടെ നാശത്തിന്റെ കഥകൾ മുഴുവനും കേട്ടറിഞ്ഞ അർജുനൻ ഉടൻ ഗാണ്ഡീവചാപവും അമ്പുകളൊഴിയാത്ത ആവനാഴിയും കൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു ചെന്നു. കുറച്ച് ഭൃത്യന്മാരല്ലാതെ മറ്റാരുമില്ലാത്ത മിക്കവാറും നിർജ്ജനമായി കിടക്കുന്ന ദ്വാരക കണ്ട് അർജുനൻ നടുങ്ങി പകച്ച് വിളറി നിന്നു. കൃഷ്ണൻ പുഞ്ചിരിയോടെ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, യാദവകുലം മുഴുവനും നശിച്ചു. ഞാനും ഉദ്ധവനും മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. ഉദ്ധവൻ ചിരഞ്ജീവിയായതിനാൽ മരണമില്ല. പക്ഷേ എനിക്ക് മരിക്കാതെ കഴിയില്ല. ഞാൻ പ്രഭാസ തീർത്ഥക്കരയിലുള്ള കാട്ടിലേക്ക് ഉദ്ധവനെയും കൂട്ടി പോവുകയാണ്. രുക്മിണിയും മറ്റ് 7 പത്നിമാരും ഞാനിവിടം വിട്ട ഉടനെ തീയിലോ കടലിലോ ചാടി ജീവൻ കളയും. മറ്റുള്ള അന്തഃപുര സ്ത്രീജനങ്ങളെ നീ വേണം രക്ഷിക്കാൻ. 3-4 തലമുറകളിലുള്ള വനിതാരത്നങ്ങൾ ഇവിടെയുണ്ട്. അവരെ നീ ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുപോയി രക്ഷിക്കാൻ ശ്രമിക്കണം. ജ്യേഷ്ഠൻ ദേഹം ഉപേക്ഷിച്ച് കളഞ്ഞു. ഇനി ഞാനും പോവായി. ഞാൻ പോയാലുടനെ ദ്വാരകാപുരി കടലിൽ മുങ്ങിത്താഴും. അതിനു മുൻപ് സ്ത്രീജനങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് അവരെയും കൂട്ടി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെടാൻ നോക്കൂ. ഞാനിതാ ഇറങ്ങുകയായി. അർജുനൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് കൃഷ്ണന്റെ അന്തഃപുര സ്ത്രീകളെ മുഴുവൻ വിളിച്ചുവരുത്തി അവരെയും കൊണ്ട് ഹസ്തിനപുരിയിലേക്ക് യാത്രയായി. അവരെല്ലാവരും പോയ ഉടൻ കൃഷ്ണനും ഉദ്ധവനും ദ്വാരക വിട്ടിറങ്ങി. കൃഷ്ണൻ ഇറങ്ങിയ ഉടനെ ദ്വാരകാപുരി മുഴുവൻ കടൽ വെള്ളത്തിൽ താണുപോയി. വാസുദേവനും ദേവകിയും വെച്ച് പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹം മാത്രം വെള്ളത്തിൽ പൊന്തിക്കിടന്നു. കൃഷ്ണൻ പോയതോടെ തന്റെ ശക്തി മുഴുവനും പോയതറിഞ്ഞ് അർജുനന് വല്ലായ്മ തോന്നി. എന്നാൽ അത് വകവയ്ക്കാതെ കൃഷ്ണൻ തന്നെ ഏൽപ്പിച്ച ചുമതല നിറവേറ്റാൻ പാർത്ഥൻ സ്ത്രീജനങ്ങളെയും കൂട്ടി ഹസ്തിനപുരിയിലേക്കുള്ള വഴിയിലൂടെ നടന്നു നീങ്ങി. പകുതി ദൂരത്തോളം ചെന്നപ്പോൾ കുറെ കവർച്ചക്കാർ കുന്തവുമായി വന്ന് അർജുനനെ നേരിട്ടു. അവരിൽ ചിലർ പശുക്കളെ എന്ന പോലെ സ്ത്രീജനങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി തുടങ്ങി. അർജുനൻ തന്റെ അസാമാന്യ വൈഭവമുള്ള ഗാണ്ഡീവമെടുത്ത് കുലയ്ക്കാൻ നോക്കി. പക്ഷേ ഞാൻ വലിക്കാൻ കഴിഞ്ഞില്ല. ഒടിഞ്ഞ വാഴത്തണ്ടുപോലെ വില്ല് ദുർബലമായി അർജുനന്റെ കൈകളിൽ തന്നെ വീണു. ആവനാഴിയിൽ നോക്കിയപ്പോൾ ഒരു അമ്പ് പോലും കണ്ടതുമില്ല. സ്ത്രീജനങ്ങളുടെയും അവരുടെ കയ്യിലുള്ള അമൂല്യ വസ്ത്രാഭരണങ്ങൾ അടങ്ങിയ പെട്ടികളും കവർച്ചക്കാർ കൊണ്ടുപോയി. വിഫലമായ തന്റെ വില്ലും വീര്യവും കണ്ട് അർജുനൻ വിഷാദിച്ചു. ഞാൻ വില്ലാളി വീരന്മാരിൽ വെച്ച് ഏറ്റവും കേമനായിരുന്നു. ഭാരതയുദ്ധത്തിൽ ഏറ്റവും അധികം മഹാരഥന്മാരെ കൊന്നത് ഞാനാണ്. എന്നിട്ട് എനിക്ക് നിസ്സാരമായ വടിയും കുന്തവും മാത്രം ആയുധമായുള്ള ദസ്യുക്കളിൽ നിന്ന് പരാജയം പറ്റി. എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ വീര്യവും ശൗര്യവും ധൈര്യവും നിലനിന്നിരുന്നത്. എല്ലാം കൃഷ്ണൻ്റെ ശക്തിയായിരുന്നു. പ്രസവിച്ച ഉടൻ അമ്മ വഴിയിലിട്ടേച്ചു പോയ ശിശുവിനെ പോലെ കൃഷ്ണനെ കൂടാതെ ഞാൻ നിസ്സഹായനായി. ഇനി എന്ത് ചെയ്യാനാണ്? ഗാണ്ഡീവമില്ലാത്ത അർജുനനാണോ? അർജുനൻ ഒറ്റയ്ക്ക് ഹസ്തിനപുരിയിൽ ചെന്ന് ജ്യേഷ്ഠന്മാരെയും ധൃതരാഷ്ട്രർ, വിതുരർ, ഗാന്ധാരി, കുന്തി, ദ്രൗപദി, സുഭദ്ര, ഉത്തര എന്നിവരെയും വിവരമറിയിച്ച് ഭഗ്നാശനായി ഒരിടത്തിരുന്നു. കൃഷ്ണനും രാമനും ദ്വാരക വിട്ടുപോയതും അർജുനന് പറ്റിയ അപജയവും കേട്ട് കുണ്ഠിതപ്പെട്ട കുന്തിദേവി കാട്ടിലേക്ക് പുറപ്പെട്ടു. കുന്തിദേവിയോടൊപ്പം ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വിതുരരും യാത്രയായി. എല്ലാവരും കൂടി കാട്ടിലൊരിടത്ത് ഒരു ഗുഹ കണ്ടെത്തി. അതിൽ താമസം തുടങ്ങി. വീണ് കിട്ടുന്ന പഴങ്ങളും കുഴിച്ചെടുക്കാവുന്ന കിഴങ്ങുകളും ദുസ്വാദില്ലാത്ത പൂക്കളും ഇലകളും മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. ശാന്തചിത്തരായി അവർ അവിടെ കഴിഞ്ഞു. നടന്ന സംഭവങ്ങളെക്കുറിച്ച് സ്മരിച്ച് ചിലപ്പോൾ അവർ വ്യസനിച്ചു, മറ്റു ചിലപ്പോൾ പരസ്പരം സമാധാനിപ്പിച്ചു. 47. പ്രഭാസ തീർത്ഥക്കരയിൽ കൃഷ്ണന്റെ വൈകുണ്ഠാരോഹണം. യാദവകുലം മുഴുവനും ഒന്നൊഴിയാതെ നശിച്ച ശേഷം കൃഷ്ണൻ ഉദ്ധവനെയും കൂട്ടി പ്രഭാസ തീർത്ഥത്തിന്റെ കരയിലുള്ള ഒരു കാട്ടിൽ ചെന്നു ചേർന്നു.
അവിടെ ഒരു പാറപ്പുറത്തിരുന്ന് കൃഷ്ണൻ ഉദ്ധവനോട് ലോകത്തിന്റെ ഉദ്ഭവം, സ്ഥിതി, സംഹാരം എന്നിവയെയും മനുഷ്യരുടെ സുഖദുഃഖങ്ങളെയും നിർലേപതയോടെ അവയെ നേരിടുന്നതിനെയും ആർക്കുവേണ്ടിയും സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ പാടില്ലെന്നതിനെക്കുറിച്ചും വിശദമായി വിവരിച്ചു ഉപദേശിച്ചു. കൃഷ്ണൻ ഭൗതിക ശരീരം വെടിയാനുള്ള ഭാവമാണെന്ന് മനസ്സിലാക്കിയ ഉദ്ധവൻ കരഞ്ഞു തുടങ്ങി. ഭഗവാന്റെ ഉപദേശം കേട്ട് ഗ്രഹിച്ചുവെങ്കിലും ഭഗവാനെ വിട്ടുപിരിയേണ്ടി വരുന്നതിലുള്ള ദുഃഖമടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഭഗവാൻ സാധാരണ മനുഷ്യരെ പോലെ മരിച്ചു പോവില്ലെന്നും സ്വേച്ഛപ്രകാരം ജഡദേഹം വിട്ട് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുക മാത്രമാണെന്നും മനസ്സിൽ ഉറപ്പോടെ ധരിക്കാൻ ജ്ഞാനിയായിരുന്നിട്ടും അദ്ദേഹത്തിന് സാധിച്ചില്ല. കണ്ണീർ പുഴയിൽ മുഴുകി അദ്ദേഹം കൃഷ്ണന്റെ അടുത്ത് മറ്റൊരു പാറപ്പുറത്ത് ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ, സമയമെടുക്കാറായ ഉദ്ധവ, ഞാൻ അതിനൊരുങ്ങിക്കിടക്കട്ടെ എന്ന് പറഞ്ഞ് പാറപ്പുറത്ത് മലർന്നു കിടന്ന് ഇടത്തെ കാലൂന്നി വലത്തെ കാൽ അതിനുമീതെ വിലങ്ങനെ വെച്ച് ആ കാലാട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ കിടന്നു. യാദവന്മാർ ഇരുമ്പുലക്ക പൊടിച്ച് കടലിലെറിഞ്ഞതിൽ പൊടിയാതെ കിടന്നിരുന്ന ഒരു ഇരുമ്പുതണ്ട് ജരൻ എന്ന വേടൻ കണ്ടെത്തി. യാദവന്മാരോട് ചോദിച്ച് അവൻ അത് കൈക്കലാക്കി. ആ തുണ്ടുകൊണ്ട് അവൻ ഒരു കൂർത്ത അമ്പുണ്ടാക്കി. അതിന്മേൽ വിഷം തേച്ച് മാനിനെയോ മുയലിനെയോ അമ്പെയ്ത് വീഴ്ത്തിക്കൊന്ന് മാംസമെടുത്ത് വേവിച്ച് ഉപ്പുകൂട്ടി തിന്നാമെന്ന് കരുതി പ്രഭാസ തീർത്ഥക്കരയിലുള്ള കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്ത് കുറച്ചു ദൂരെയായി മരങ്ങളുടെ ഇടയിലൂടെ നീലക്കറുപ്പ് നിറത്തിലുള്ള എന്തോ ഒന്ന് ഇളകുന്നത് അവൻ കണ്ടു. കൃഷ്ണമൃഗമാണെന്ന് തോന്നുന്നു. കിട്ടിയാൽ ഭാഗ്യമായി. നല്ല സ്വാദുള്ള മാംസമാണ് കൃഷ്ണമൃഗത്തിൻ്റേത്. എളുപ്പത്തിൽ കിട്ടുന്നതുമല്ല. കൃഷ്ണമൃഗങ്ങൾ മറ്റു മാനുകളെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവാണല്ലോ. ഇത് കിട്ടിയാൽ 2-3 ദിവസത്തേക്ക് സുഖമായി എന്നൊക്കെ വിചാരിച്ച് അവൻ ഉന്നം പിടിച്ച് ആ ഇളകുന്ന വസ്തുവിലേക്ക് അമ്പെയ്തു. അമ്പ് ശരിയായ ലക്ഷ്യത്തിൽ തറച്ചുവെന്ന് അവന് മനസ്സിലായി. പക്ഷേ കൃഷ്ണമൃഗം പിടയുന്ന ശബ്ദമോ നിലവിളിയോ കേട്ടില്ല. അത്ഭുതത്തോടെ അവൻ മരക്കൂട്ടങ്ങൾ കടന്നു നടന്ന് കൃഷ്ണൻ കിടക്കുന്ന പാറയുടെ അടുത്തെത്തി. അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം ജരന് മനസ്സിലായത്. കൃഷ്ണമൃഗമെന്ന് കരുതി അവൻ അമ്പെയ്തത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വലതുകാലിന്മേലേക്കാണെന്നറിഞ്ഞപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ വീണു. ഞാൻ അറിഞ്ഞില്ല പ്രഭു, കൃഷ്ണമൃഗമാണെന്ന് കരുതി അമ്പെയ്തതായിരുന്നു. അത് അങ്ങയുടെ കാലിന്മേലാണോ വന്ന് തറച്ചത്? ഇനി പ്രതിവിധിയില്ല. വിഷം തേച്ച അമ്പാണ്. ഒരു നാഴികയ്ക്കുള്ളിൽ വിഷം അങ്ങയുടെ ദേഹത്തിൽ മുഴുവൻ ബാധിക്കും. മഹാപാപിയായ ഞാൻ ഇതിനെന്ത് പ്രായശ്ചിത്തം ചെയ്യും? കൃഷ്ണൻ ജരനെ സമാധാനിപ്പിച്ചു. വ്യാധരാജാവേ, ഇത് വിധികൽപ്പിതമാണ്. എൻ്റെ മരണം നിന്റെ കൈകൊണ്ടാണെന്ന് ഞാൻ ജനിച്ച നിമിഷത്തിൽ തീർച്ചയായ കാര്യമാണ്. അതിന് യാതൊരു മാറ്റവും വരുത്താൻ ആർക്കും കഴിയില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. ഇതെന്താണെന്ന് നിനക്കറിയോ? ഒരു ഓടക്കുഴൽ വലതുകൈയിൽ പിടിച്ചിരുന്നത് കൃഷ്ണൻ വേടനെ കാണിച്ചു കൊടുത്തു. വേടൻ അത് നോക്കി. ഇത് ഒരു ഓടക്കുഴലാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരി തൂകി. അതെ, ഈ ഓടക്കുഴൽ ഏതാണെന്ന് നിനക്ക് ഓർമ്മയില്ല അല്ലേ? അമ്പാടിയിൽ ഞാൻ കളിച്ചു നടന്നിരുന്ന കാലത്ത് നീ എനിക്ക് തന്നതാണ് ഈ പുല്ലാങ്കുഴൽ. അന്ന് ഇനി എന്നു കാണുമെന്ന് നീ ചോദിച്ചപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ കാണും, കുറേ കാലം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം എന്ന് ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? ഈ സമയത്താണ് നമ്മുടെ പുനഃസമാഗമം. വേടൻ കോരിത്തേച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു. ക്ഷമിക്കണേ, ക്ഷമിക്കണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഭഗവാന്റെ ശരീരത്തിൽ വിഷം പതുക്കെ പതുക്കെ വ്യാപിച്ചു. നീലവർണ്ണമായ ശരീരം കരിപോലെ കറുത്തു. കണ്ണുകൾ അടഞ്ഞു. മുഖത്ത് പൂനിലാവ് പോലെ മന്ദസ്മിതം വിരിഞ്ഞു നിന്നു. വിഷം മസ്തിഷ്കത്തെ ബാധിച്ച ഉടനെ ഭഗവാന്റെ ദിവ്യാത്മാവ് ഒരു ദീർഘനിശ്വാസത്തോടെ ഭൗതിക ശരീരം വിട്ട് മിന്നൽ കൊടി പോലെ തിളങ്ങിക്കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന് അദൃശ്യമായി. വേടനും ഉദ്ധവനും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് നോക്കി നിന്നു. പിന്നീട് ഭഗവാൻ വൈകുണ്ഠാരോഹണത്തിന് മുൻപ് പറഞ്ഞേൽപ്പിച്ചിരുന്ന പ്രകാരം ഉദ്ധവൻ ബദരീനാഥിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് വിതുരനെ കണ്ട് നിലയ്ക്കാത്ത കണ്ണീരോടെ ഭഗവാന്റെ വൈകുണ്ഠയാത്രയെക്കുറിച്ച് പറഞ്ഞു. അതുകേട്ട വിതുരൻ ഒരു മരച്ചുവട്ടിൽ കണ്ണടച്ചിരുന്ന് ശരീരം ഉപേക്ഷിച്ചു. വിതുരനെ ആ നിലയിൽ കണ്ട കുന്തിദേവിയും ഗാന്ധാരിയും ധൃതരാഷ്ട്രനും ദുഃഖിതരായി നിന്നപ്പോൾ കാട്ടുതീ ഭയങ്കര ശബ്ദത്തോടെ വന്ന് അവരെയും വിഴുങ്ങി. ശ്രീകൃഷ്ണ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയെങ്കിലും ഭൂലോകത്തെ മറന്ന് തീരെ വിട്ടുപോയിട്ടില്ല. ഭക്തന്മാരുടെ വിളി കേട്ടാൽ ഭഗവാൻ വീണ്ടും അവർ ഇച്ഛിക്കുന്ന രൂപത്തിൽ അവരുടെ അടുത്ത് വരാറുണ്ട്. മീര, പുരന്ദരദാസൻ, ചൈതന്യ മഹാപ്രഭു, പൂന്താനം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, ലീലാശുകൻ എന്ന് അറിയപ്പെടുന്ന വില്ലുമംഗലത്ത് സ്വാമിയാർ, കുറൂരമ്മ, രമണ മഹർഷി, ശ്രീനാരായണ ഗുരുദേവൻ, മഹർഷി അരവിന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ മുതലായ ഭക്തരുടെ അടുത്ത് ചെറുബാലന്റെ രൂപത്തിലോ താരുണ്യാരംഭ രമ്യനായ വേണുഗോപാലന്റെ രൂപത്തിലോ ഗോവർദ്ധനഗിരിയെ എടുത്ത് കയ്യിലെ ചെറുവിരലിൽ താങ്ങിക്കൊണ്ടുള്ള രൂപം ധരിച്ചോ കൂടെ കൂടെ നിസ്വാർത്ഥന്മാരും നിഷ്കളങ്കരും നിസ്സംഗരുമായ ഭക്തരുടെ മുമ്പിൽ വന്ന് കളിയാടാറുണ്ട്. കൃഷ്ണൻ ഒരിക്കലും ഭൂലോകത്തെ ത്യജിക്കുകയില്ല.